ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാസമയത്ത് നമുക്ക് ഇപ്രകാരം കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ലഭിച്ചിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് ദൈവവചനം നമ്മോട് അറിയിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് സന്തോഷ് മാത്യു അവർകളാണ്. പ്രിയ കർത്തദാസനെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥാനങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ പ്രാർത്ഥനയോടെ നമുക്ക് ഈ മീറ്റിംഗ് ആരംഭിക്കാം. റോയങ്ങൾ കടന്നു വന്ന് പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആരംഭിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വൈകുന്നേര സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. രാവിലത്തെ സമയം ഞങ്ങൾ കർത്താവെ പല സ്ഥലങ്ങളിൽ കൂടി കർത്താവിനെ ആരാധിക്കുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം കൃപ ചെയ്തു. ഇന്ന് കർത്താവെ വൈകുന്നേര സമയം അങ്ങയുടെ വചനത്തിന് മുൻപായി ഇരിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ കൂടിയിരിക്കുന്നു. എല്ലാം അറിയുന്ന ഒരു ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ നന്ദിയല്ലാതെ കർത്താവെ ഞങ്ങൾക്കൊന്നും പറയുവാനില്ല. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുതൽ കർത്താവെ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വൈകുന്നേര സമയം കർത്താവെ അങ്ങയുടെ വചനത്തിന് മുൻപായിരിക്കുമ്പോൾ കർത്താവെ അങ്ങയുടെ വചനം സംസാരിക്കുന്ന സന്തോഷ് മാത്യു സഹോദരനെ തിരുക്കരങ്ങളിൽ തരുന്നു. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആവശ്യമായ ആത്മീക മന്ന ഇന്ന് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ കാലങ്ങളിൽ പ്രിയ കർത്തദാസനെ ദൈവം എടുത്ത് ഉപയോഗിച്ചു അനേർക്ക് കർത്താവെ അനുഗ്രഹമായിട്ട് തീരുവാനുള്ള കർത്താവെ ആ മെസ്സേജുകളെല്ലാം തരുവാൻ തക്കവണ്ണം കർത്താവ് ഇടവരുത്തി. അതിനായിട്ട് ദൈവമേ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. ഇത്രയും പേർ കർത്താവ് എന്ന് കടന്നു വരുവാൻ അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും കർത്താവ് തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഗാനങ്ങൾ ആലപിക്കുന്ന കർത്താവെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കും ആവശ്യമായ എല്ലാ കൃപകളും കർത്താവ് കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ ടർശാലിന് ചുറ്റിലും ദൈവത്തിൻ്റെ കാവലും പരിപാലനവും ആക്കി വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. എല്ലാം കർത്താവായ യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു, സ്വർഗീയ പിതാവേ, ആമേൻ. അനുഗ്രഹീതമായ ഗാനങ്ങൾ കേൾക്കുന്നതിനുള്ള സമയമാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ഇന്ന് ഗാനങ്ങൾ ആലപിക്കുന്നത് സഹോദരൻ പാഠശാലയിൽ കർത്താവിന് വേലായിരിക്കുന്ന സഹോദരൻ ജോൺ സി ദാസും അതുപോലെ വൈഫ് പ്രിൻസി സഹോദരിയുമാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇപ്പോൾ ഗാനങ്ങൾ ആലപിക്കുന്നതിനായിട്ട് പ്രിയപ്പെട്ടവരെ ക്ഷണിക്കുകയാണ്. ശുശ്രൂഷയുടെ പ്രാരംഭം എന്ന നിലയിൽ ഒരു സമർപ്പണത്തിൻ്റെ ഗാനം പാടും ഞാൻ യേശുവിന് ജീവൻ പോവോളം നന്ദിയോടെ. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രമാണ് നമുക്ക് പാടുവാനായിട്ടുള്ളത്. 33 വർഷം ഈ ലോകത്തിലായിരുന്നിട്ട് 3.5 വർഷം തൻ്റെ ശുശ്രൂഷ വേളയിലും താനൊരു ഗാനവും രചിച്ചിട്ടില്ല, താനൊരു ഗാനവും പാടിയതായിട്ട് നാം കേൾക്കുന്നില്ല. എങ്കിലും കർത്താവിനെ കുറിച്ചുള്ള ഗാനങ്ങൾ എണ്ണമറ്റതാണ്. ഇന്നും നാം പാടി ആശ്വസിക്കുന്നു. എന്നാൽ ഈ ഗാനത്തിൻ്റെ ഒരു പ്രത്യേകത, നന്ദിയോടുകൂടെ പാടി സ്തുതിക്കാൻ കഴിയുന്നത് കർത്താവിന് മാത്രമാണ്. കാരണം രചയിതാവ് ഇങ്ങനെ പറയുന്നു, കൺമണി പോലെ എന്നെ ഭദ്രമായി നിത്യവും കാത്തു സൂക്ഷിക്കുന്ന ഒരു കർത്താവ്. ഈ ഗാനങ്ങൾ കേൾക്കുമ്പോൾ നമുക്കും നന്ദിയോടുകൂടെ ഈ ഗാനം ശ്രവിക്കാം. കഴിഞ്ഞ നാളുകളിൽ എന്നെയും ഭദ്രമായി സൂക്ഷിക്കുന്ന കർത്താവിനെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. പാടും ഞാൻ യേശുവിന്. പാടും ഞാനേശുവിന്നു ജീവൻ പോളം
നന്ദിയോടെ ജീവൻ പോവോളം നന്ദിയോടെ. പാടും ഞാനന്നഗതാരിൽ അനുദിനം വാഴും ശ്രീയേശുവിനു. പാടും ഞാനന്നഗതാരിൽ അനുദിനം വാഴും ശ്രീയേശുവിനു. ഒരു കേടും തന്നെ പാലിക്കുന്നവനെ പാടി സ്തുതിക്കുമെന്നും. ഒരു കേടും കൂടാതെ പാലിക്കുന്നവനെ പാടി സ്തുതിക്കുമെന്നും. പാടും ഞാനേശുവിനു ജീവൻ പോവോളം നന്ദിയോടെ ജീവൻ പോവോളം നന്ദിയോടെ. കൺമണി പോലെന്നെ ഭദ്രമായി നിത്യവും കാവൽ ചെയ്തിടുമെന്നും. കൺമണി പോലെന്നെ ഭദ്രമായി നിത്യവും കാവൽ ചെയ്തിടുമെന്നും. തൻ്റെ കണ്ണുകൊണ്ടെന്നെ നടത്തിയിടുമെന്നതും ഓർത്തതിമോദമോടെ. തൻ്റെ കണ്ണുകൊണ്ടെന്നെ നടത്തിയിടുമെന്നതും ഓർത്തതിമോദമോടെ. പാടും ഞാനേശുവിനു ജീവൻ പോവോളം നന്ദിയോടെ ജീവൻ പോവോളം നന്ദിയോടെ. വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, മനുഷ്യന്റെ എക്കാലത്തെയും ശത്രു എന്ന് പറയുന്നത് മരണമാണ്. മനുഷ്യൻ കീഴടക്കാത്ത മേഖലകളില്ല. ചന്ദ്രനിലും മറ്റു ഉപഗ്രഹങ്ങളിലുമൊക്കെ മനുഷ്യന്റെ സാന്നിധ്യം ഉറപ്പിച്ച് വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിലും മനുഷ്യന് വിജയിക്കാൻ കഴിയാത്തത് ഒന്ന് മാത്രമാണ്, മരണം. ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നു എന്നാണ്. മനുഷ്യന്റെ ശ്രമങ്ങൾക്ക് അതൊരിക്കലും വിജയിക്കുവാൻ സാധിക്കുകയുമില്ല. എന്നാൽ നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, അവൻ മാത്രമാണ് മരണത്തെ വന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവൻ. പാതാളമേ മരണമേ നിന്നുടെ വിജയം എവിടെ? നമുക്ക് കേൾക്കാം. പാതാളമേ മരണമേ നിന്നുടെ വിജയം എവിടെ? മരണമേ
നിന്നുടെ ജയമെവിടെ? കുഞ്ഞാട്ടിന്നിടം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നുപോ. പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ? കുഞ്ഞാട്ടിന്നിടം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നുപോ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം കാണാൻ കണ്ണുനീ. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം കാണാൻ കണ്ണുനീ. ശങ്കരനും മിസ്രയീം സൈന്യനിരയും ഭീഷണിയാ മുൻപും മുൻപും ഭീതിപ്പെടുത്തിടുമ്പോ. ഭീകരമാ ശങ്കരനും മിസ്രയീം സൈന്യനിരയും ഭീഷണിയാ മുൻപും പിൻപും ഭീതിപ്പെടുത്തിടുമ്പോ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം കാണാൻ കണ്ണുനീ. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം കാണാൻ കണ്ണുനീ. മരണത്തെയും പാതാളത്തെയും വെന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിച്ച യേശുക്രിസ്തുവാണ് നമ്മുടെ ഏക ആശ്രയം. പാട്ടുകാരൻ ഇപ്രകാരം പറയുന്നു: എന്നേശുനാഥനെ എന്നാശ നീയെ എന്നാളും മഞ്ഞിൽ നീ മതിയെ. ഈ ഭൂമിയിൽ ആശ്രയിപ്പാൻ നമുക്ക് പലതുമുണ്ട്. എങ്കിലും എന്നാളും ആശ്രയിപ്പാൻ മാറിപ്പോകാത്ത ഒരു ആശ്രയം അത് യേശുക്രിസ്തു മാത്രമാണ്. ആ കർത്താവിൻ്റെ ആശ്രയത്തെ പ്രകീർത്തിക്കുന്ന ഒരു ഗാനം എന്നേശുനാഥനെ എന്നാശ നീ എന്ന ഗാനം ഞാനും വൈഫ് പ്രിൻസിയും ചാറ്റ് ചേർന്ന് ആലപിക്കുന്നു. യേശുനാഥനെ എന്നാശ നീയെ എന്നാളും മഞ്ഞിൽ നീ മതിയെ. എന്നാളും മഞ്ഞിൽ നീ മതിയെ. യേശുനാഥനെ എന്നാശ നീയെ എന്നാളും മഞ്ഞിൽ നീ മതിയെ. എന്നാളും സഹായം ഇല്ലാതെ പാരം നിരാശയും നീറും നേരം. ആരും സഹായം ഇല്ലാതെ പാരം നിരാശയും നീറും നേരം. കൈത്താങ്ങളേകുവാൻ കണ്ണുനീർ തുടപ്പാൻ കർത്താവേ നീയല്ലാതാരുമില്ല. കൈത്താങ്ങളേകുവാൻ കണ്ണുനീർ
ഞാൻ കാണും എൻ മനമാശയാൽ കാത്തിടുന്നു നിൻമുഖം നേരെ എന്നു ഞാൻ കാണും എൻ മനമാശയാൽ കാത്തിടുന്നു നീ വരാതെന്റെ കണ്ണുനീരെല്ലാം തുവരുകയില്ല ഹല്ലേലൂയ നീ വരാതെന്റെ കണ്ണുനീരെല്ലാം തുവരുകയില്ല ഹല്ലേലൂയ എന്നേശുനാഥനേ എന്നാശ നീ എന്നാളും മണ്ണിൽ നീ മതിയേ എന്നാളും മണ്ണിൽ നീ മതിയേ എന്നേശുനാഥനേ എന്നാശ നീ എന്നാളും മണ്ണിൽ നീ മതിയേ എന്നാളും മണ്ണിൽ നീ മതിയേ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് വലിയ പ്രത്യാശയും ധൈര്യവും തരുന്ന അങ്ങനെയുള്ള ആത്മീയ സത്യങ്ങൾ നമ്മെ ഓർപ്പിച്ച അനുഗ്രഹീത ഗാനങ്ങളാണ് പ്രിയ ജോൺസിയും പ്രിയ പ്രിൻസിയും നമുക്ക് വേണ്ടി ആലപിച്ചത്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ആത്മീയ അഭിവൃദ്ധിക്ക് കാരണമായി തീരും എന്നുള്ളതിന് സംശയമില്ല. അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിച്ച പ്രിയ ജോൺസിയോടും പ്രിൻസിയോടുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. വരും ദിവസങ്ങളിലും ദൈവനാമ മഹത്വത്തിനായിട്ട് പാടുവാൻ വേണ്ടി ദൈവം അനവധി അവസരങ്ങൾ തരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇനിയുള്ള അല്പസമയം വളരെ നമുക്ക് ദൈവവചനം ശ്രവിക്കുന്നതിനുള്ള സമയമാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ഇപ്പോൾ ദൈവവചനം സംസാരിക്കുന്നതിനായിട്ട് പ്രിയ കർത്താദാസൻ സന്തോഷ് മാത്യു അവർകളെ ഞാൻ എല്ലാ സ്നേഹത്തോടെയും സ്വാഗതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു വിശുദ്ധ ദിവസം കൂടെ നമ്മുടെ കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ വലിയവനായി ദൈവം നമുക്ക് നൽകിയ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ആരാധന ദൈവം സ്വീകരിപ്പാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തനായി നമ്മോടുകൂടെ ഉണ്ട്. അതോർത്ത് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവവചനം ധ്യാനിപ്പാൻ പഠിക്കുവാൻ ദൈവം നമ്മെ കൂട്ടിവരുത്തി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനം വായിച്ച് കേൾക്കുന്നതും അത് കേൾപ്പിക്കുന്നതും അത് അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നത് ഭാഗ്യമുള്ളതാകയാൽ ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവവചനം വായിക്കുന്നത്, ധ്യാനിക്കുന്നത്, അത് പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹകാരണമായി തീരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവവചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഏത് ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവവചനമായി നമ്മുടെ മുമ്പിൽ ഏതു സമയത്തും ജീവനോടെ ഉള്ളിടത്തോളം കാലം ഈ വചനം നമ്മുടെ ജീവിതത്തോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. സുപരിചിതമായ വേദഭാഗങ്ങളിലൂടെ ഈ വചനം നമ്മോട് സംസാരിക്കും. അതിന് യാതൊരു സംശയവുമില്ല. ഇന്ന് ഈ അനുഗ്രഹീതമായ ദിവസവും ദൈവവചനം നമ്മളോട് സംസാരിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ധ്യാനിച്ചുകൊണ്ടിരുന്ന വിഷയത്തോട് ചേർന്ന് ആ ധ്യാനിച്ച വിഷയങ്ങളിലൂടെ അല്പസമയം പ്രാർത്ഥനയോടെ കടന്നു പോകാം എന്ന് ദൈവനാമത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകമാണ് എൻ്റെ പഠനത്തിൽ ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗം. വളരെ ദിവസങ്ങളായിട്ട് പോലും ഒരു 10-15 അധ്യായത്തിനപ്പുറം കടന്നു പോകാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കാരണം അതിൻ്റെ വസ്തുതകളും ചരിത്രങ്ങളും വളരെ ആഴമേറിയ നിലയിൽ വലിയ ഉപദേശ സത്യങ്ങളും മാത്രമല്ല ഉപദേശ ദൂതുകളും ഉൾക്കൊണ്ടുകൊണ്ട് നിലനിൽക്കുന്നൊരു ഭാഗം തന്നെയാണ് പുറപ്പാട് പുസ്തകത്തിൻ്റെ പ്രാരംഭ ഭാഗങ്ങൾ. ഒരു വലിയ ജാതിയുടെ ചരിത്രം എഴുതി ആരംഭിക്കുകയാണ്. 430 വർഷക്കാലം നമ്മൾ 12-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. 430 വർഷക്കാലം അടിമത്തത്തിൽ കടന്ന് ഇസ്രായേൽ ജനം പെറ്റുപെരുകി വലിയൊരു ജാതിയായി തീർന്ന് ഏതാണ്ട് 1875 BC കാലഘട്ടങ്ങളിൽ യാക്കോബും തൻ്റെ കൂട്ടരും മിസ്രൈമിലേക്ക് കടന്നു എന്ന് നമുക്കറിയാം. അന്ന് ഏകദേശം 70 പേർ. എന്നാൽ കാലഘട്ടം കുറെ കഴിഞ്ഞപ്പോൾ
430ഓളം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതൊരു വലിയ ജാതിയായി തീർന്നു. ഒരു വലിയ ജാതിയായി തീരുക മാത്രമല്ല, ഇസ്രയേൽ ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ, ഒരു ജാതി എന്നുള്ള നിലയിൽ, ഒരു രാജ്യം എന്നുള്ള നിലയിൽ അവരുടെ മധ്യത്തിൽ അവർ തന്നെ ഒരു സ്ട്രോങ്, ഒരു ശക്തിയായി തീർന്ന ഒരു കാലഘട്ടം. അവർ ഒരുമിച്ച് നിൽക്കുവാൻ ആഗ്രഹിക്കുകയും അവിടുന്നൊരു വിടുതൽ നേടുവാൻ ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. എന്നാൽ 430 വർഷക്കാലം പലപ്പോഴും പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ദൈവം എവിടെ പോയി? ഇസ്രായേലിൻ്റെ 430 വർഷക്കാലം ജീവനുള്ള ദൈവം എവിടെയായിരുന്നു? എന്തുകൊണ്ട് 430 വർഷക്കാലം ഇസ്രായേലിനെ അടിമത്തത്തിൽ കിടത്തി കഷ്ടപ്പെടുത്തുവാൻ ദൈവം അനുവദിച്ചു? ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടതകളെക്കുറിച്ച് പഠിക്കുമ്പോൾ, വേദനകളെയും ദുഃഖങ്ങളെയും കുറിച്ച് പഠിക്കുമ്പോൾ പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, കഷ്ടതയുടെ മൂർത്തീഭാവത്തിൽ കർത്താവ് ഇടപെടുമെന്ന് പറയുമ്പോൾ ചോദിക്കും, അതുവരെ കർത്താവ് എവിടെ പോയി? എന്തുകൊണ്ട് കർത്താവ് അതുവരെ വെയിറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചെന്ന് വരാം. 430 വർഷക്കാലം. അത് മാത്രമല്ല, നമുക്കറിയാം ന്യായാധിപന്മാരുടെ കാലഘട്ടങ്ങളിൽ 40 വർഷത്തോളം പല സന്ദർഭങ്ങളിലായി ഇസ്രായേൽ അടിമത്തത്തിൽ പോയിരുന്നു. ആ 40 വർഷവും ദൈവം അവിടെ സൈലന്റ് ആയിരുന്നു. മലാക്കി പ്രവചനത്തിന് ശേഷം വീണ്ടും നീണ്ട ഒരു കാലഘട്ടം ദൈവം സൈലന്റ് ആയിരുന്നു. വെളിപ്പാടുകളും ദൈവത്തിന്റെ പ്രവർത്തനവും ഇല്ലാത്ത ഒരു കാലഘട്ടമായി, ഒരു അന്ധകാര യുഗമായി അവിടെ തീർന്നു. കാലഘട്ടം പിന്നെയും മുമ്പോട്ട് പോയപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിനും വീണ്ടും ഏതാണ്ട് 2000 വർഷത്തിനപ്പുറം കടന്നിരിക്കുന്ന ഈ നിമിഷത്തിൽ വീണ്ടും ചോദിക്കുകയാണ്, കർത്താവ് എവിടെ പോയി? പത്രോസ് തൻ്റെ ലേഖനത്തിൽ എഴുതി, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ കർത്താവിൻ്റെ വരവ് താമസിക്കുന്നില്ല, ചിലരൂടെ മാനസാന്തരപ്പെടട്ടെ എന്ന് വെച്ച് കർത്താവ് ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇന്നും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ലോകത്തെമ്പാടുമുള്ള ദൈവമക്കൾ കഷ്ടതയിലും കണ്ണുനീരിലും നിരാശയിലും ദുഃഖത്തിലും കരയുമ്പോൾ, ഉപദ്രവങ്ങളിലും പീഡങ്ങളിലും രക്തസാക്ഷികളായി മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പള്ളികൾ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ദൈവജനത്തിന്റെ ഭവനങ്ങളെ തകർക്കുമ്പോൾ, ദൈവജനങ്ങളെ ഒന്നൊന്നായി കൊന്നുമുടിക്കുമ്പോൾ, ഒരുപക്ഷെ ദുഷ്ടശക്തികൾ എതിർഭാഗത്ത് നിൽക്കുന്ന ആളുകൾ ചോദിക്കും, നിങ്ങളുടെ ദൈവം എവിടെ പോയി? 430 വർഷക്കാലം ഇസ്രായേലിനെ കണ്ട് ദൈവം മാറിയിരുന്ന് സന്തോഷിക്കുകയായിരുന്നില്ല, മറിച്ച് മിസ്രൈമിന്റെ നേരെയുള്ള അതിശക്തമായ ന്യായവിധിയുമായി ദൈവം ഒരുങ്ങുകയായിരുന്നു. ഇസ്രായേലിനെ വിടുവിപ്പാനുള്ള സകല പദ്ധതികളുമായി ദൈവം അവിടെ ഒരുങ്ങിയായിരുന്നു. മലാക്കി പ്രവചനത്തിന് ശേഷം നീണ്ട വർഷക്കാലം ദൈവം എവിടെ പോയി എന്ന് ചോദിച്ചാൽ, തൻ്റെ പുത്രനായ കർത്താവ് യേശു ക്രിസ്തുവിനെ ഭൂമിയിൽ അവതരിപ്പിക്കുവാനുള്ളൊരു സമയത്തിന് വേണ്ടി, ആ മുഹൂർത്തത്തിന് വേണ്ടി കർത്താവ് പിതാവ് വെയിറ്റ് ചെയ്യുകയായിരുന്നു. കാലഘട്ടം 2000 കഴിഞ്ഞിട്ടും ഇന്നും ചോദിക്കും, നിങ്ങളുടെ ദൈവം എവിടെ പോയി എന്ന് ചോദിച്ചാൽ, അവിടെയും പത്രോസ് എഴുതി വെച്ചിട്ടുണ്ട്, ചിലരൂടെ മാനസാന്തരപ്പെടട്ടെ എന്ന് വെച്ച് കർത്താവ് കാത്തിരിക്കുകയാണ്. അല്ലാതെ നമ്മുടെ ദൈവം മടങ്ങി വരണമെന്നുള്ള വിഷയം മറന്നുപോയിട്ട്, ആ വിഷയമേ മറന്നുപോയി അവിടെ ഇരിക്കുന്ന വന്ധ്യ വയോധികനായ ഒരു ദൈവമല്ല, മറിച്ച് ഭാവിയുടെ ന്യായവിധിക്ക് വേണ്ടി, ഭാവി കാര്യങ്ങൾക്ക് വേണ്ടി, ദൈവജനത്തിന്റെ നിത്യതയ്ക്ക് വേണ്ടി, നരകത്തിന്റെ ശിക്ഷയ്ക്ക് വേണ്ടി സകലതും ഒരുക്കി വെച്ച് തക്ക സമയത്തിന് വേണ്ടി ദൈവം കാത്തിരിക്കുക. ഞാൻ ഈ പുറപ്പാട് പുസ്തകത്തിലൂടെ കടന്നുപോയപ്പോൾ ഞാൻ അങ്ങനെ ഒരു വസ്തുത മനസ്സിലായി, ദൈവം ഒരിക്കലും താമസിക്കുന്നില്ല. ഇന്ന് ഈ വേദഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ 17-ാം അധ്യായത്തിലേക്കാണ് ഇന്ന് എൻ്റെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിന് മുമ്പ് ചില ഭാഗങ്ങളിലൂടെ ഞാൻ കടന്നു പോകും. ഞാനിവിടെ ഹെഡിങ് ആയിട്ട് ഇങ്ങനെ പറയട്ടെ, ദൈവം തൻ്റെ പ്രവൃത്തികൾ ഒരിക്കലും താമസിക്കുന്നില്ല. ദൈവം ഒരു പ്രവൃത്തി ചെയ്യുവാൻ കാത്തിരുന്ന് ആ പർട്ടിക്കുലർ ടൈമിൽ ദൈവം അത് ചെയ്തിരിക്കും. മനുഷ്യൻ എത്ര ശക്തിയുള്ളവനായിരുന്നാലും, മനുഷ്യന്റെ പ്രവൃത്തികൾ എത്ര കഠിനമായിരുന്നാലും, ദൈവം തൻ്റെ പ്രവൃത്തികൾ തക്ക സമയത്ത് ചെയ്തിരിക്കും. അതിന് യാതൊരു സംശയവുമില്ല. ബൈബിൾ കാലഘട്ടങ്ങളിലെങ്ങും ഈ നിമിഷം വരെ കർത്താവ് തൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ താമസിക്കയില്ല. തക്ക സമയത്ത് ദൈവം അത് ചെയ്യും. വചനത്തിൽ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് നിങ്ങൾ താണിരിപ്പീൻ. അതുകൊണ്ട് തക്ക സമയത്ത് ദൈവം പ്രവർത്തിക്കും. അത് ഈ പുറപ്പാട് പുസ്തകത്തിന്റെ പ്രാരംഭ ഭാഗങ്ങളിൽ വായിച്ചാൽ അറിയാം. മോശയെ ദൈവം ജനിപ്പിച്ചു. അവിടെ മോശയുടെ കാലഘട്ടത്തെക്കുറിച്ച് അറിയുന്നു. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം മുതൽ തന്നെ അത് കാണുന്നു. 2-ാം അധ്യായം മുതൽ ആരംഭിക്കുന്നു. അവനെയും കൊന്നുകളവാൻ ആഗ്രഹിച്ചുവെങ്കിലും ദൈവം ആ മോശയെ വീണ്ടെടുത്ത് ആ പിഞ്ചു പ്രായം മുതൽ അവനെ കൊന്നുകളയാതെ ഫറവോന്റെ കൊട്ടാരത്തിൽ തന്നെ അവനെ വളർത്തി
40 വർഷക്കാലം ഫറവോന്റെ കൊട്ടാരത്തിലെ രഹസ്യവും പരസ്യവും തിരിച്ചറിഞ്ഞ് അവിടുത്തെ ഉൾമുറികളും ആശയങ്ങളും കാര്യങ്ങളും അവരുടെ ഇഷ്ടങ്ങളും തീരുമാനങ്ങളും താല്പര്യങ്ങളും മോശെ പഠിപ്പിച്ച് 40 വർഷക്കാലം വളർത്തി. അടുത്ത 40 വർഷക്കാലം മരുഭൂമിയുടെ കഠിനത അവനെ പഠിപ്പിച്ചു. ഇത്രയോടെ അടുക്കൽ കടന്നു എന്ന് 40 വർഷക്കാലം ഒരാട്ടിടയനായിട്ട് മോശ കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ മോശയ്ക്ക് പറയാം, കൊട്ടാരത്തിനുള്ളിലെ ആ സുഖമായ അനുഭവം എനിക്കറിയാം, മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന അനുഭവം എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വലിയ പ്രവർത്തനങ്ങൾ, ഒരു 3-4 സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. നമ്മൾ അതാണ് ചിന്തിക്കാനായിട്ട് പോകുന്നത്. മോശയെ എന്നാൽ അവൻ വിക്കനായിരുന്നു, സംസാരിക്കാൻ കഴിയാത്തവനായിരുന്നു. എന്നാൽ മോശയ്ക്ക് 80 വർഷക്കാലത്തെ ഒരു ട്രെയിനിങ് നൽകി. അതിൽ 40 വർഷക്കാലം ആ കൊട്ടാരത്തിനുള്ളിലെ സുഖലോലുപതയുടെ ഒരു ട്രെയിനിങ് നൽകിയിട്ട് അടുത്ത 40 വർഷക്കാലം കഷ്ടതയുടെ മധ്യത്തിലെ ട്രെയിനിങ് നൽകി. ഈ 80 വർഷക്കാലം നൽകിയ ട്രെയിനിങ് ആണ് അടുത്ത 40 വർഷക്കാലം ദൈവത്തിന് വേണ്ടി കത്തിജ്വലിക്കുവാൻ ദൈവം മോശയെ അനുവദിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ ഭാഗത്തൂടെ കടന്നു പോയപ്പോൾ ദൈവത്തെ സ്തുതിച്ചു. ജീവിതത്തിൽ 120 വർഷമാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ വർഷം, 75% വർഷം നമ്മുടെ കഷ്ടതയുടെ ട്രെയിനിങ് ആണെങ്കിൽ അടുത്ത 25 വർഷക്കാലം അല്ലെങ്കിൽ അടുത്ത ചെറിയ കാലഘട്ടം കർത്താവിന് വേണ്ടി കത്തിച്ചൊലിക്കുവാൻ കർത്താവ് ഉപയോഗിക്കുന്നുവെങ്കിൽ നീണ്ട വർഷത്തെ കഷ്ടതയുടെ അനുഭവത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ദൈവത്തിന് സ്തോത്രം. അല്ലാതെ കഷ്ടതയുടെ മധ്യത്തിൽ പുറകോട്ട് നോക്കിയിട്ട് ഇസ്രായേൽ പറയുന്ന പോലെ ഞങ്ങൾക്ക് അവിടെ വെളുത്തുള്ളി, ചുറ്റുള്ളി, മറ്റത് മറിച്ചതൊക്കെ കിട്ടുമായിരുന്നു, അത് മതിയായിരുന്നു, ഈ മരുഭൂമിയിൽ കൊല്ലുവാൻ നീ ഞങ്ങളെ കൊണ്ടുവന്നത് എന്തെന്ന് ചോദ്യം ചെയ്യുന്ന ഒരു ദൈവ പൈതലായി തീരുവാൻ നമുക്ക് അർഹതയില്ല. പുറകോട്ട് നോക്കി കഷ്ടത കണ്ടിട്ട് പറയണം, നാളെ ദൈവം എന്നെ ഉപയോഗിക്കുവാൻ പോകുന്ന ശ്രേഷ്ഠമായ ചില ടൈമിങ് അത് വരുന്നുണ്ട്, ആ പദ്ധതി ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കഷ്ടത ദൈവം എനിക്ക് തന്ന ട്രെയിനിങ് ആണ് എന്ന് മനസ്സിലാക്കി അതിലൂടെ തന്നെ നടന്നു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇതാണ് പുറപ്പാട് പുസ്തകത്തിന്റെ പ്രാരംഭ ഭാഗങ്ങളിൽ ഞാൻ മനസ്സിലാക്കി. ഇത് വീണ്ടും 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഞാൻ 17-ാം അധ്യായത്തിലേക്ക് വരികയാണ്. അതിനു മുമ്പ് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ ദൈവം വളരെ ശക്തമായിട്ടൊരു ദൂത് മോശ ഉൾപ്പെടെയുള്ള ജനത്തിന് കൊടുക്കുകയാണ്. ആ 13, 14, 15 വാക്യങ്ങളിൽ അവിടെ മോശ പറയുകയാണ്, ഭയപ്പെടേണ്ട, നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. അടുത്തത്, നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. ഞാൻ അവിടെ ഒരു വസ്തുത പറഞ്ഞു മുമ്പോട്ട് പോകട്ടെ. 17-ാം അധ്യായത്തിലെ സംഭവത്തിലേക്ക് വരുന്നതിന് മുമ്പ് ചില ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ ചിന്തിച്ച് നമുക്ക് അവിടേക്ക് പോകാം. മോശ പറയാണ്, ഒരു വശത്ത് ദൈവം, മറുവശത്ത് 40 വർഷം സകല രഹസ്യങ്ങളും മനസ്സിലാക്കിയ ആ ഇസ്രായേൽ എന്ന് പറയുന്ന ശക്തമായ രാജ്യം. ഇനി ഞാൻ ബൈബിളിന്റെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ മിസ്രൈമിനേക്കാൾ ശക്തരായൊരു സൈന്യം വേറെയില്ല. മറ്റനേക ജാതികളുണ്ട്, അമ്മോന്യരുണ്ട്, അമാലേക്കരുണ്ടെങ്കിലും മിസ്രൈമിനേക്കാൾ ശക്തരായ ഒരു ജാതിയില്ല. ഇന്നും അവരുടെ ബാക്കി പത്രങ്ങൾ നമുക്ക് ഈ ലോകത്തിൽ കാണാനായിട്ട് കഴിയും. അവരെ പോലെ ശക്തന്മാരാരുമില്ല, അവരെ പോലെ കുരുട്ടുബുദ്ധികളുള്ളവർ ആരുമില്ല, അവരെ പോലെ ആയുധ നിർമ്മാണം, അതുപോലെ പുതിയ പുതിയ യുദ്ധം ചെയ്യാനുള്ള അടവുകൾ, ട്രെയിനിങ്, ആയിരക്കണക്കിന് 100 ആളുകളെ ട്രെയിൻ ചെയ്ത് പട്ടാളത്തിലേക്ക് കൊണ്ടുവരികയും വലിയ കെട്ടിടങ്ങൾ പണിയുകയും കോട്ടകൾ പണിയുകയും അങ്ങനെ ഓരോ ദിവസം ശക്തരിൽ നിന്ന് ശക്തനായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ജാതി ഒരു വശത്ത് നിൽക്കുകയും മോശയുടെ മറുവശത്ത് മോശ പറയാണ്, ഞാൻ വിശ്വസിക്കുന്ന ദൈവം ഒരു വശത്തും ഈ ജാതി ഒരു വശത്ത് നിന്നിട്ട് മോശ ഇസ്രായേലിനോട് പറയാണ്, ഈ വേദഭാഗം ഇന്ന് നിങ്ങൾ കണ്ടിട്ടുള്ള ഈ മിസ്രൈമ്യരെ ഇനി ഒരു നാളും കാണുകയിൽ. അതിന്റെ അർത്ഥം മിസ്രൈമ്യരുടെ സകല രഹസ്യങ്ങളും തിരിച്ചറിഞ്ഞ മോശ ഇസ്രായേലിനോട് പറയാണ്, എനിക്കവരെ നന്നായിട്ട് അറിയാം, പക്ഷേ അവരെ അറിയുന്നതിനേക്കാൾ കൂടുതൽ ദൈവത്തിന് സ്തോത്രം, എൻ്റെ ദൈവത്തെ എനിക്കറിയാം. മിസ്രൈമിനെ എനിക്കറിയാം, അവരുടെ രഹസ്യങ്ങൾ എനിക്കറിയാം, അവരുടെ ശക്തി എനിക്കറിയാം, അവരുടെ സീക്രട്ടുകൾ എനിക്കറിയാം, അവരുടെ ആയുധങ്ങൾ എനിക്കറിയാം, അവരുടെ മല്ലന്മാരെ എനിക്കറിയാം, അവരുടെ ശക്തിയുടെ സ്രോതസ് അതെനിക്കറിയാം, സകലതും എനിക്കറിയാം. എന്നാൽ യേശുവിനെ എനിക്കറിയാം, എന്നെ രക്ഷിച്ച് എന്നെ വിടുവിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്ന എൻ്റെ കർത്താവിനെ എനിക്കറിയാം. അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്നു, എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈം ഇനി ഒരു നാളും
നിൽക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ക്രിസ്ത്യ ജീവിതത്തിൽ അതായിരിക്കട്ടെ നമ്മുടെ ഒരു മുദ്രാവാക്യം. ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഇനി ഉണ്ടാകുകയില്ല. എൻ്റെ കണ്ണുനീരുകൾ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഇനി ഉണ്ടാകുകയില്ല. കാരണം ആ മിസ്രൈമ്യരേക്കാൾ ശക്തനാണ് എൻ്റെ ദൈവം. അത് മോശെ അവിടെ സ്ഥാപിച്ചു. ഇനി രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 14-ാം അധ്യായം 14-ാം വാക്യത്തിൽ മോശെ വീണ്ടും പറയാണ്, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിക്കുവീൻ എന്ന് പറയും. ഞാൻ ഈ വേദഭാഗത്തേക്ക് ചിന്തിച്ചപ്പോൾ ഈ സെന്റൻസ് ആയിട്ട് ദൈവം മോശയോട് പറഞ്ഞിരുന്നില്ല. ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിന്റെ മുമ്പിലുണ്ട്, നീ പൊക്കോളൂ, ഞാനുണ്ട് കൂടെ, ഞാൻ നിന്റെ വായോടുകൂടി ഇരിക്കും, നീ പൊക്കോളൂ, കാര്യങ്ങളെല്ലാം ചെയ്യാം. പക്ഷെ മോശ ഇസ്രായേലിനോട് പറഞ്ഞപ്പോൾ പറയാണ്, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. സ്വാഭാവികമായിട്ടും ദൈവം മോശയോട് ചോദ്യം ചോദിക്കാം, മോശെ ആ സെന്റൻസ് നിനക്ക് എവിടുന്ന് കിട്ടി? ഞാൻ നിന്നോട് പറഞ്ഞൊരു സെന്റൻസ് ആണോ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ എങ്ങനെയാ യുദ്ധം ചെയ്യുക? അല്ല, നിങ്ങളല്ലേ യുദ്ധം ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യാമെന്നൊരു പ്രോമിസ് തന്നിട്ടുണ്ടോ? മോശ മറുപടി പറയും, കർത്താവേ, നാളെ ഇതുവരെ ഈ ഏകദേശം 80 വർഷക്കാലം എന്നെ ഈ വലിയ മല്ലന്മാരുടെ മധ്യത്തിൽ നിന്ന് പോറ്റി പുലർത്തുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ തീർന്നില്ല. ഈ 430 വർഷക്കാലം അടിമത്തത്തിൽ കിടക്കുന്ന ഇസ്രായേല്യരെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുവാൻ അങ്ങ് പ്ലാൻ ചെയ്തിട്ട് അത് അങ്ങക്ക് കഴിയുമെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, അങ്ങേ പോലെ യുദ്ധം ചെയ്യാൻ കഴിയുന്ന വേറൊരു വ്യക്തിയും ഭൂമിയിലില്ല. അങ്ങ് ചെയ്യും, അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇസ്രായേലിനോട് പറഞ്ഞത്, ഇസ്രായേലെ കേട്ടോളും, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, നമുക്ക് വേണ്ടി അവൻ യുദ്ധം ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, ഇസ്രായേലിന്റെ ജീവിതയാത്രയിൽ ഏകദേശം 40 വർഷത്തോളം അതിന് ശേഷവും ഇസ്രായേലാണോ യുദ്ധം ചെയ്തത്? ഇസ്രായേലാണോ യുദ്ധത്തിന് പുറപ്പെട്ടത്? അവിടെ നമുക്കറിയാം, എരിഹോവിലെ ഹായിലൊക്കെ ചെന്നപ്പോൾ അവർ മുമ്പിൽ നിന്നു. ദൈവം അതിൻ്റെ മുമ്പിൽ നിന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. മോശ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ഇസ്രായേലിന് വേണ്ടി ദൈവം യുദ്ധം ചെയ്തുകൊണ്ടേയിരുന്നു. ഞാൻ ഒരു ആശയം അവിടുന്ന് പറഞ്ഞിട്ട് 3-ാമത്തെ വിഷയത്തിലേക്ക് 15-ാം വാക്യത്തിലേക്ക് കടന്നു വരട്ടെ. ക്രിസ്തീയ ജീവിതത്തിൽ ഞാനും നിങ്ങളും ഒരു മുദ്രാവാക്യം പോലെ, ഒരു കൊടി പോലെ ഉയർത്തി വെക്കേണ്ടതൊരു വസ്തുത, ഈ ലോകം മുഴുവനും എനിക്കെതിരെ തിരിഞ്ഞാലും എനിക്ക് വേണ്ടി, എനിക്ക് പകരമായി യുദ്ധം ചെയ്യുന്ന ഒരുവൻ, അതെൻ്റെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു ദൈവദാസൻ ഒരു സ്വപ്നം കണ്ടത് ഇങ്ങനെ പറഞ്ഞത് ഓർക്കുന്നു. വളരെ ക്ഷീണനായിട്ട് കിടന്നുറങ്ങുമ്പോൾ ഒരു സ്വപ്നം കാണുകയാണ്. പിറ്റേ പ്രഭാതത്തിൽ സ്വപ്നമാണ്, കർത്താവ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് ഒരുപാട് ടാസ്ക് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം ഓരോന്ന് നോക്കിയപ്പോൾ, ഒന്ന് വളരെ കിലോമീറ്റർ വേറൊരു സ്ഥലത്ത്, മറ്റൊന്ന് വേറൊരു സ്ഥലത്ത്, മറ്റൊന്ന് മറ്റൊരു സ്ഥലത്ത്. കർത്താവ് പറഞ്ഞു, ഇന്ന് വൈകുന്നേരം കൊണ്ട് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഇത് മുഴുവനും നീ ചെയ്തു തീർക്കണം. അദ്ദേഹം നോക്കിയപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്ത് ഓടിയെത്താൻ പോലും മണിക്കൂറുകൾ വേണ്ടി വരും. അദ്ദേഹം പറഞ്ഞു, കർത്താവേ, എനിക്കത് സാധിക്കില്ല, ഇത്രയും ടാസ്ക് എനിക്ക് ചെയ്യാൻ കഴിയില്ല, അങ്ങേ അറ്റം പോയാൽ 2 കാര്യങ്ങൾ എനിക്ക് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അദ്ദേഹം സ്വപ്നത്തിൽ കർത്താവ് അദ്ദേഹത്തോട് മറുപടി പറഞ്ഞതായിട്ട് ഇങ്ങനെ കേട്ടു, ഞാനാണ് ഇത്രയും ടാസ്ക് നിനക്ക് തന്നത്. നിനക്കൊരു കൂട്ടാളിയെ, ഒരു കൂട്ടിനൊരു സഹായത്തിന് ആരെയും ഞാൻ നിനക്ക് തന്നില്ല. കാരണം ഇത്രയും ടാസ്ക് നിനക്ക് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയാം. കാരണം നിന്റെ കൂടെ, സ്തോത്രം, നിന്റെ കൂടെ ഞാനുണ്ട്. ദൈവത്തിന് മഹത്വം. ആ വ്യക്തിയോട് പറയാണ്, നിനക്ക് കഴിയില്ല എന്ന് എനിക്കറിയാം, പക്ഷേ നിന്റെ കൂടെ ഞാനുള്ളിടത്തോളം ഈ മുഴുവൻ ടാസ്കും നിന്നെ കൊണ്ട് ചെയ്യാനായിട്ട് കഴിയും. അതൊരു സ്വപ്നം. പക്ഷെ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അനേക രാജാക്കന്മാരോട്, ന്യായാധിപന്മാരോട്, ഇസ്രായേലിന്റെ നേതാക്കന്മാരോട്, പുതിയ നിയമത്തിൽ നമ്മോട് വലിയവനായി ദൈവം പറഞ്ഞു, നീ മുമ്പിൽ നിന്ന് നടന്നാൽ മതി, നിനക്ക് പുറകിൽ നിന്ന് ഞാൻ പ്രവർത്തിച്ചോളാം, ഞാൻ ആ ടാസ്ക് ഏറ്റെടുത്ത് ചെയ്തോളാം. പക്ഷെ നിങ്ങൾ മുമ്പിലോട്ട് ഇറങ്ങി പുറപ്പെടുവാൻ മനസ്സുണ്ടെങ്കിൽ. ഞാൻ ആദ്യം പറഞ്ഞ വിഷയത്തിലേക്ക് വരട്ടെ. അങ്ങനെയെങ്കിൽ ചോദിക്കും, ഈ 430 വർഷം ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തണമായിരുന്നോ? കുറച്ച് നാൾ പോരായിരുന്നോ? മിസ്രൈമിനെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് പെട്ടെന്ന് വിടുവിക്കാമായിരുന്നു. 430 വർഷം അതല്പം കടുത്തുപോയില്ലേ? ഇല്ല. ദൈവത്തിന് സകലത്തിനും ഒരു ടൈമുണ്ട്. ആ ടൈമിന് ദൈവം പ്രവർത്തിക്കും. ഇസ്രായേൽ ഒരു ജാതിയായി തീരണമെന്ന് ദൈവം ആഗ്രഹിച്ചു, കാലഘട്ടത്തിന് വേണ്ടി കാത്തിരുന്നു. കാരണം അബ്രഹാമിനോട് ദൈവം സഖ്യത ചെയ്തിരുന്നു, നിന്റെ ജാതി ഒരു വലിയ ജനസമൂഹമായി തീരും, ഞാൻ അവരെ അനുഗ്രഹിക്കും. നിങ്ങളെ ആരെങ്കിലും അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കുന്നവരെ ഞാൻ ഉപദ്രവിക്കും. അപ്പോൾ കാലഘട്ടം ഈ 430 വർഷക്കാലം നീട്ടിവെച്ചത്
ആ അനുഗ്രഹത്തിൻ്റെയും ശാപത്തിൻ്റെയും കാലഘട്ടം ഒന്ന് പൂർത്തിയാക്കണം. ഒരു ജാതിയായി ഇസ്രായേൽ തീരണം. കനാൻ നാട് കീഴടക്കി അവരൊരു ജാതിയായി തന്നെ അവിടെ താമസിക്കണം. കർത്താവ് തൻ്റെ പ്രവൃത്തികൾക്കൊരിക്കലും മുമ്പോ പിമ്പോ ആയി ടൈമിങ് മാറുകയില്ല. തക്ക സമയത്ത് ദൈവം പ്രവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം. 15-ാം വാക്യത്തിൽ വരുമ്പോൾ മൂന്നാമത്തെ ഒരു ആശയം, അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്യുന്നത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? ഞാൻ 17-ാം അധ്യായത്തിലേക്ക് വരിക. നിങ്ങൾ ശ്രദ്ധിച്ചോ, 13-14 വാക്യങ്ങളിൽ മോശ പറഞ്ഞിട്ട് 15-ാം വാക്യത്തിൽ ആരാ നിലവിളിക്കുന്നത്? മോശ നിലവിളിക്കുന്നു. എന്തൊരു വൈരുദ്ധ്യമാണത്! ആരാ നിലവിളിക്കേണ്ടത്? ഇസ്രായേലാ നിലവിളിക്കേണ്ടത്. ഈ വചനം പറഞ്ഞു കൊടുത്ത ആളവിടുന്ന് നിലവിളിക്കുന്നു. കേട്ടോണ്ട് നിൽക്കുന്നവർ അത് കേൾക്കുക. ദൈവം മോശയോട് ചോദിക്കും, നീ എന്തിനാണ് നിലവിളിക്കുന്നത്? ഇവിടെ നീ നിലവിളിക്കാൻ പാടില്ല. നിലവിളിക്കേണ്ടത് ശത്രുവാ. നീ എന്തിന് നിലവിളിക്കുന്നു? അടുത്ത ഭാഗം, മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. നിലവിളിക്കാൻ കാരണം എന്താണെന്നറിയാമോ? നമ്മളൊക്കെ നിലവിളിക്കാൻ കാരണം എന്താണെന്നറിയാമോ? അവിടെ തന്നെ അങ്ങ് നിൽക്കുക. ആ പ്രതിസന്ധിയുടെ പോയിന്റിൽ തന്നെ നിൽക്കുക. അവിടെ തന്നെ നീന്തിട്ട് ചുറ്റുപാട് നോക്കി, അയ്യോ ഇവിടെ പ്രശ്നമാണ്, മുമ്പിൽ പ്രശ്നമാണ്, ഇവിടെ പ്രശ്നമാണ്, എൻ്റെ പുറകിൽ പ്രശ്നമാണ്, സകലതും പ്രശ്നമാണ്. അത് കണ്ട് ഭയപ്പെട്ട് ഞാൻ ഇവിടെ നിലവിളിക്കുക. കർത്താവ് പറയാം, നീ ഇവിടെ നിൽക്കരുത്, നീ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. മുമ്പോട്ട് പോകുമ്പോൾ നമുക്കറിയാം, ഞാനൊക്കെ ചെറുപ്പത്തിലെ ബസ്സിൽ കയറുന്ന വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു. ഈ മരങ്ങളും ഒക്കെ ഇങ്ങനെ പുറമോട്ട് ഓടിപ്പോകുന്നു, നമ്മൾ ബസ്സിലിരിക്കുന്നു, നല്ല കാറ്റടിക്കുന്നു. പക്ഷേ ബസ് സ്റ്റാൻഡിൽ ചെന്ന് ഈ ബസ്സിൽ കയറിയിരിക്കുമ്പോൾ പെട്ടെന്നൊന്നും വിടത്തില്ല, കുറേ സമയമെടുക്കും. ആ ബസ്സിൽ എനിക്കറിയാം, ഞാൻ ഉൾപ്പെടെ നിന്ന് കരയും. കാരണം ബസ് വിടുന്നില്ല. ബസ് വിട്ടാലേ നമുക്കത് കാണാൻ പറ്റുകയുള്ളൂ. ഒരുപാട് കടകൾ കാണാം, കാര്യങ്ങൾ കാണാം. അവിടെ നിൽക്കുന്നിടത്തോളം കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അത് ഇറിറ്റേഷനാണ്. വണ്ടി യാത്ര ചെയ്യുമ്പോൾ അതിങ്ങനെ നോക്കിയിരിക്കും. ജീവിതമെന്ന് പറയുന്നത്, ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് ഒരിക്കലും ഒരിടത്ത് നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കാനുള്ളതല്ല, ഓടാനുള്ളതാണ്, മുമ്പോട്ട് പോകാനുള്ളതാ. നീ ഇവിടെ തന്നെ നിന്നാൽ നീയല്ല, ഇവരെല്ലാം കരഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് പോവുക, നീ മുമ്പോട്ട് പോവുക. അവിടെ വായിക്കുന്നത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? അവിടെ മോശ നിലവിളിക്കാൻ പാടില്ല. കാരണം മോശ തന്നെ മുമ്പ് പറഞ്ഞ്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുവിൻ, ദൈവം ചെയ്യാൻ പോകുന്ന അത്ഭുതം നിങ്ങൾ കാണാൻ പോകുന്നു. രണ്ടാമത് പറഞ്ഞു, യഹോവ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് മോശ അവിടെ കിടന്ന് നിലവിളിക്കുക. ഞാൻ ഇതിൻ്റെ രണ്ടർത്ഥത്തിലെടുത്തു. ഒന്ന്, അതൊരു നെഗറ്റീവ് അർത്ഥത്തിൽ തന്നെ എടുക്കും. മോശയ്ക്ക് നിലവിളിക്കാൻ തരമില്ലായിരുന്നു. കാരണം മോശ, നീ മുമ്പോട്ട് പൊക്കോളൂ, അവിടെ നിന്ന് നിലവിളിക്കരുത്. ഒരു പോസിറ്റീവായ ആശയം പറയട്ടെ. ജനത്തിൻ്റെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി ആരാ കരയേണ്ടത്? സഭയെ നയിക്കുന്നവർ കരയണം. ഒരു കുടുംബത്തിന്റെ മുമ്പോട്ടുള്ള സുഗമമായ ആത്മീയമായ യാത്രയ്ക്ക് വേണ്ടി ആര് കരയണം? ആ കുടുംബനാഥൻ, അദ്ദേഹം കരയണം. ആ കണ്ണുനീരായിരിക്കണം അവരെ മുമ്പോട്ട് നയിക്കുവാനുള്ള പ്രേരക ശക്തിയായി തീരേണ്ടത്. ഞാൻ തിരിച്ചു പറയട്ടെ, ഒരു സഭയ്ക്ക് വേണ്ടി സഭയുടെ ചുമതലപ്പെട്ടവർ കരയുന്നില്ലെങ്കിൽ, ഒരു കുടുംബത്തിന് വേണ്ടി കുടുംബത്തിലെ ചുമതലപ്പെട്ടവർ കരയുന്നില്ലെങ്കിൽ, അവർ മുമ്പോട്ട് പോകാൻ കഴിയാതെ ആ പോയിന്റിൽ തന്നെ നിന്ന് ആ കരച്ചിലൊരു വലിയ വിലാപമായി തീരും. ആ കരച്ചിലൊരു വലിയ നഷ്ടമായി തീരും, ഒരു വലിയ പരാജയമായി തീരും. അവിടെ നേതൃത്വ നിര പരാജയപ്പെടും, അവിടെ അഭിപ്രായം പറയുന്നവർ പരാജയപ്പെടും, അതിന് പുറകിൽ അധ്വാനിക്കുന്നവർ പരാജയപ്പെടും, സഭ മുഴുവനും പരാജയപ്പെടും, കുടുംബം പരാജയപ്പെടും, തലമുറകൾ പരാജയപ്പെടും. കാരണം കണ്ണുനീരോടെ മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയുന്നില്ല, അവിടെ കരയാനായിട്ട് കഴിയുന്നില്ല. വെളിപ്പാട് പുസ്തകത്തിൽ ലവുദിക്ക സഭയോട് പറയുമ്പോൾ സഭയോടാണ് പറയുന്നത്. പുതിയ നിയമത്തിലെ മറ്റാൾക്കാരോടോ അവിശ്വാസികളോടൊന്നുമല്ല, സഭയോട് പറയാ, സഭയെ, ഞാൻ നിങ്ങളുടെ സഭയുടെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പുറത്ത് വാതിൽക്കൽ നിന്ന് നിങ്ങളെ മുട്ടിക്കൊണ്ടിരിക്കുന്നു. പുതിയ നിയമ കാലഘട്ടത്തിൽ ആരാ ഇപ്പം കരയുന്നത്? കർത്താവ് കരയുക. കരയേണ്ടത് ആരായിരുന്നു? സഭയായിരുന്നു കരയേണ്ടത്. എന്നാൽ അവിടെ ആ ഭാഗം വായിക്കുക, നിങ്ങൾ കണ്ണിൽ ലേപം എഴുതി, നിങ്ങൾ സുന്ദരികളായി സുന്ദരന്മാരെ ലോകത്തിലെ സുഖങ്ങൾ അനുഭവിച്ച് സന്തോഷിക്കുമ്പോൾ ആ സഭയ്ക്ക് പുറത്ത് കരയുന്ന ഒരാളുണ്ട്, കർത്താവ് യേശു ക്രിസ്തു. എന്നാൽ തിരിച്ചാണ് ചെയ്യേണ്ടുന്നത്. സഭ കരയുന്നത് കണ്ട് സന്തോഷിക്കേണ്ടുന്ന ഒരു വ്യക്തി ആയിരിക്കണമായിരുന്നു ദൈവം. എന്നാൽ ഇന്ന് തിരിഞ്ഞുപോയി. ഞാൻ മടങ്ങി വരട്ടെ. ഇവിടെ മോശ ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദൈവത്തോട് കരയുകയാണ്. ഇനിയും അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം വരുമ്പോൾ, അവർക്ക് മേഘവും അന്ധകാരവും കൊടുത്തപ്പോൾ ഇവർക്കോ രാത്രിയെ പ്രകാശമയമായി കൊടുത്തു. ആ കണ്ണുനീരിൻ്റെ ഫലം നിങ്ങൾ കണ്ടോ? ആ കരഞ്ഞതോടുകൂടെ സംഭവിച്ചത് എന്താ? ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് പോകുകയാണ്.
ആ വലിയ കണ്ണുനീര് കൊണ്ട് നേടിയ വലിയൊരു നന്മ എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ഇരുട്ട് ഇസ്രയേലിൻ്റെ ജീവിതത്തിൽ ആ കൂടാരത്തിന് ചുറ്റും ഒരു വെളിച്ചമായി രൂപാന്തരപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾ ദൈവസന്നിധിയിൽ കരയുന്നുവെങ്കിൽ, സഭയ്ക്ക് വേണ്ടി ചുമതലപ്പെട്ടവർ കരയുന്നുവെങ്കിൽ, അതിനുള്ളിലെ ഇരുട്ടുകൾ എന്തായി മാറ്റപ്പെടും? വെളിച്ചമായി മാറ്റപ്പെടും. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സഭയിൽ ഒരു അവിശ്വാസിയായ ഒരു സഹോദരനുണ്ട്. തിരുവനന്തപുരത്ത് ഏതോ ഒരു സ്ഥലത്തു നിന്ന് അദ്ദേഹം അവിടെ വന്ന് താമസിക്കുക, റബ്ബറൊക്കെ വെട്ടി ജീവിക്കും, മദ്യപിക്കും, എല്ലാ തെറ്റുകളും അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ട്. അപ്പോൾ അവനത്തിലെ ചുമതലപ്പെട്ടവൻ എന്നോട് പറഞ്ഞു, ദേവദാസൻ ഒന്ന് സംസാരിക്കണം. അദ്ദേഹം എന്തോ ഭയം വന്നിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, കൈ വിറയ്ക്കുകയാണ്, ശരീരം വിറയ്ക്കുകയാണ്, എൻ്റെ ചെവിയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, ഒരു പാട്ട് കേൾക്കുന്നു, ആരോ എന്നെ ഭീഷണിപ്പെടുത്തുന്നു, മുമ്പിൽ ആരോ വന്നു നിൽക്കുന്നതായിട്ട് തോന്നുന്നു. ഞാൻ പറഞ്ഞു, ഇത് മറ്റൊന്നുമല്ല, പിശാച് വന്ന് പേടിപ്പെടുത്തുക, പേടിക്കണ്ട. അവിടെ പ്രാർത്ഥനാ ടൈമാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് മാറ്റി നിർത്തി സംസാരിച്ചു. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, പിശാച് നിങ്ങളുടെ ഉള്ളിൽ കടന്ന് നിങ്ങളെ വല്ലാതെ ഉപദ്രവിക്കുകയാണ്, അവനെ ഇറക്കി വിടണം. യേശു ക്രിസ്തുവിനെ മാത്രമേ കഴിയുകയുള്ളൂ. ആ പ്രാർത്ഥനാ സമയം 1/4 മണിക്കൂർ കൊണ്ട് ആ വ്യക്തിയോട് സുവിശേഷം പറഞ്ഞു. സുവിശേഷം പറഞ്ഞിട്ട് ചോദിച്ചു, രക്ഷിക്കപ്പെടാൻ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ അംഗീകരിക്കാൻ മനസ്സുണ്ടോ? ഉണ്ട്. അദ്ദേഹം വളരെ സന്തോഷത്തോടെ പറഞ്ഞുണ്ട്. അങ്ങനെ കണ്ണടച്ച് അദ്ദേഹം ആ കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് നോക്കുക. ആ വിറയിൽ അങ്ങ് നിന്നു, ആ ഭയം അങ്ങ് നിന്നു, മുഖത്തെ ആ കണ്ണു മുഴപ്പിച്ചു നിൽക്കുന്ന അനുഭവം മാറി. പ്രാർത്ഥിച്ച് കണ്ണു നിറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, സാർ, എൻ്റെ അനുഭവം എന്തൊക്കെയോ എനിക്ക് സംഭവിച്ചതുപോലെ തോന്നുന്നു. ഞാൻ എന്താ പറഞ്ഞതെന്ന് മനസ്സിലായോ? പ്രാർത്ഥിക്കുന്നവരുടെ മുമ്പിൽ, കരയുന്നവരുടെ മുമ്പിൽ അന്ധകാരം വെളിച്ചമായി രൂപാന്തരപ്പെടും. എന്നാൽ കരയുന്നില്ലെങ്കിൽ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ആ അന്ധകാരമായി തീരും. ആ സഹോദരൻ ചെന്ന് പറഞ്ഞു, ഞാൻ ഒരു പുതിയ മനുഷ്യൻ സാർ, ഞാൻ മദ്യപിക്കുമായിരുന്നു, ഞാൻ ഇനി ചെയ്യത്തില്ല, ഇനി എത്ര ബുദ്ധിമുട്ട് വന്നാലും ഞാൻ ചെയ്യുകയില്ല, എനിക്കൊരു പുതിയ എന്തോ സംതിങ് എനിക്ക് സംഭവിച്ചതായിട്ട് ഫീൽ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ താങ്കൾ ദൈവ പൈതലായി തീർന്നു. ഒരു വലിയ വെളിച്ചം, ഒരു വലിയ സന്തോഷം. അതാണ് ദൈവം ഇസ്രയേലിന് കൊടുത്തൊരു വെളിച്ചം, അവരുടെ പ്രദേശങ്ങളിൽ വെളിച്ചം. ഒന്നുകൂടെ പറഞ്ഞു പോകാം. 27 വാക്യത്തിൽ നോക്കുക, യഹോവ മിസ്രയീമ്യരെ ആ കടലിൻ്റെ നടുവിൽ തള്ളിയിട്ടു. അത് ഇസ്രയേലിന് കഴിയുമോ ചോദിച്ചാൽ ഇല്ല, അവർ തള്ളിയിടാൻ പറ്റുകയില്ല. കാരണം അവർ ശക്തന്മാരാണ്, മല്ലന്മാരാണ്. എന്നാൽ ദൈവം എന്ത് ചെയ്തു? ആ മല്ലന്മാരെ കടലിന് നടുവിൽ തള്ളിയിട്ടു. ഇനി മുമ്പോട്ട് പോകാം. 15 അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 25 വാക്യത്തിൽ അവിടെ മാറ എന്നൊരു അനുഭവത്തെക്കുറിച്ച് വായിക്കുന്നു. പലപ്പോഴും നാം മെസ്സേജുകൾ കേട്ടിട്ടുണ്ട്, ഞാൻ ആ ഭാഗം പഠിക്കുക. പക്ഷെ ഒരു വാക്യം ഞാനിങ്ങനെ ചിന്തിച്ചു, എത്രയോ നാളായി ഈ മാറയിൽ ആ വെള്ളമുണ്ട്. ഇസ്രയേൽ അതിലേക്ക് നടന്ന് അതിൻ്റെ ചുവട്ടിലെത്തിയപ്പോഴാണോ അത് കയ്പായി മാറിയത്? അതോ നേരത്തെ തന്നെ കയ്പാണോ? അതോ സത്യത്തിൽ കയ്പാണോ? ഞാൻ പല ഭാഷാന്തരത്തിലൂടെ നോക്കി. കയ്പ് എന്നുള്ളതിന് വായി വെച്ച് കുടിക്കാൻ കൊള്ളാത്ത വെറും വൃത്തികെട്ടൊരു വെള്ളമായി തീർന്നിരിക്കുന്നു. ഒരു ചേറും ചൊവയും ഒരു ദുർഗന്ധവും ഉള്ളൊരു വെള്ളമായി തീർന്നിരിക്കും. സ്വാഭാവികമായിട്ടും നമ്മൾ പറയും, ഇതിനെന്താ ഒരു കയ്പ്? അത്ര തന്നെ. കുടിക്കാൻ കൊള്ളാത്തൊരു വെള്ളം, ടേസ്റ്റ് കൊള്ളത്തില്ല, അതിൻ്റെ നിറം കൊള്ളുകയില്ല, അതാകെ കലങ്ങി നാറിയിരിക്കുന്ന ഒരു വെള്ളം. അവിടെ ചെന്നു. അവിടെ വായിക്കുന്നത്, അവൻ യഹോവയോട് അപേക്ഷിച്ചു, യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. 15 അധ്യായം 25 വാക്യത്തിൽ വായിക്കുന്നത്, അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി. നമ്മളൊക്കെ ഒരു സെന്റൻസിൽ വായിച്ച് ഈ വേദഭാഗം വിടും. എന്നാൽ അവിടെ എന്താ സംഭവിച്ചത്? വലിയ കയ്പ് നിറഞ്ഞൊരു വെള്ളം, ഒരു സ്ഥലത്ത് കെട്ടിക്കിടക്കാൻ, അത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു തോട്. ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു, അതിൻ്റെ ഒരു കൊമ്പ് വെട്ടി അതിലിട്ടപ്പോൾ നിമിഷ നേരം കൊണ്ട് അത് മധുരമുള്ളതായി തീർന്നു. നമുക്കറിയാം, മിസ്രൈമിൽ അത്ഭുതങ്ങൾ നടന്നപ്പോൾ, 10 ബാധകൾ അവിടെ നടന്നപ്പോൾ, ആ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന അത്ഭുതം പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ, മാജിക്കാരും മന്ത്രവാദികളും വന്ന് മോശ ചെയ്തതുപോലെ തന്നെ ചില അത്ഭുതങ്ങളും അവിടെ പ്രവർത്തിച്ചു. പലപ്പോഴും ചോദിക്കും, പിശാചിനും ചിലത് കഴിയില്ലേ? തീർച്ചയായിട്ടും പിശാചിന് അത്ഭുതം ചെയ്യാൻ കഴിയും, പിശാച് പ്രവചിക്കാൻ കഴിയും, പിശാച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഒരുപക്ഷെ ദൈവം ചെയ്യുന്ന ചില കാര്യങ്ങൾ എല്ലാം അവന് കഴിയുകയില്ല. ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് പിശാച് ചെയ്തെന്ന് വരാം. അതുകൊണ്ടാണ് മിസ്രൈമിൽ അവർ ചിന്തിച്ചത്, കണ്ടേ ഞങ്ങളുടെ ആൾക്കാരും ചെയ്തു, നീ ചെയ്തതിൻ്റെ പ്രത്യേകത എന്താ? നീ വടി നിലത്തിട്ടപ്പോൾ പാമ്പായില്ലേ? കണ്ട് ഞങ്ങളുടെ മന്ത്രവാദികളും വടി നിലത്തിട്ടപ്പോൾ പാമ്പായല്ലോ. എന്തടേ വ്യത്യാസം?
ഇതിന് വലിയ കാര്യമൊന്നുമില്ല, ഈ കൺകെട്ട വിദ്യയും കൊണ്ട് ഞങ്ങളുടെ അടുക്കൽ വരരുത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നാം അവിടെ വായിക്കുന്നു, മോശയുടെ ആ പാമ്പ് മറ്റ് പാമ്പുകളെ എന്ത് ചെയ്തു? വിഴുങ്ങിക്കളഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞാനാണ് വിജയം, എൻ്റെ ഭാഗത്താണ് വിജയം. അത് കണ്ടപ്പോൾ ഫറവോൻ അതിശയിച്ചു. അയ്യോ, ഇങ്ങനെ ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. പല ബാധകൾ അവിടെ വന്നു, പലതും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ചിലതൊക്കെ അവർ ചെയ്തപ്പോൾ ഞങ്ങളും ചെയ്തുവെന്ന് ആഗ്രഹിച്ചു, സന്തോഷിച്ചു. പക്ഷേ അതിൻ്റെ അനന്തരഫലം അതിശക്തമായിരുന്നു. എന്നാൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, പിന്നീട് മുമ്പോട്ട് പോകുമ്പോൾ ദൈവം ചെയ്തതുപോലെ ഒന്ന് ആർക്കും ചെയ്യാൻ കഴിയാത്ത നിലയിൽ ദൈവം ഇസ്രായേലിനെ അവിടുന്ന് വിടുവിച്ചു. 17-ാം അധ്യായത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെ. 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ചില സ്ഥലങ്ങളിലൂടെയാണ് അവിടെ കടന്നു പോകുന്നത്. നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കുക. 16 വാക്യങ്ങളാണുള്ളത്. 1-ാം വാക്യം മുതൽ 16 വാക്യങ്ങൾ വരുമ്പോൾ ഒരു നാടകം നടക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നത് പോലെ, ഒരു നോവൽ വായിച്ചു പോകുന്നത് പോലെ വലിയൊരു സംഭവത്തിലൂടെ പോയി ഒരു വലിയ വിഷയത്തിൽ കൊണ്ട് എൻഡ് ചെയ്യുക. നിങ്ങൾ നോക്കുക, അവിടെ ആരംഭിക്കുന്നു, സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് രഫീദീമിൽ അവർ പാളയം ഇറങ്ങി. അപ്പോൾ ഒന്നാമത്തെ സ്ഥലം ഞാനിങ്ങനെ പറയാം, രഫീദീം. ഈ 4-5 സ്ഥലങ്ങൾക്ക് അതിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട്. ഞാൻ എന്തിനാ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇത്രയും പ്രവൃത്തികൾ ദൈവം ഇസ്രായേലിന് വേണ്ടി ചെയ്ത് അവിടെ കൊണ്ടുവന്നു. അപ്പോൾ മോശ ഉൾപ്പെടെയുള്ള ഇസ്രായേലിന് ഒരു കാര്യം മനസ്സിലായി, ഞങ്ങളുടെ ദൈവത്തിന് സകലതും സാധ്യം, ഞങ്ങളുടെ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും, ഞങ്ങളുടെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവം ഇല്ല, ഞങ്ങളുടെ ദൈവത്തെ പോലെ ശക്തിയുള്ളവൻ വേറെ ആരുമില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇനിയും ഈ ദൈവത്തിൽ തന്നെ ആശ്രയിക്കും. ആ തീരുമാനത്തിൽ വന്ന ആളുകൾക്ക് ഈ 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സംഭവിച്ച വിഷയങ്ങളാണ് ഞാനിവിടെ ചിന്തിക്കാനായിട്ട് കഴിഞ്ഞത്. ഈ രഫീദീം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം സമഭൂമികൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ നിരപ്പാണ്, ഉയർച്ച താഴ്ചകളൊന്നുമില്ല. ജീവിതത്തിന്റെ ഒന്നാമത്തെ ഭാഗം കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിക്കുന്ന പ്രാരംഭ സമയങ്ങൾ ഒരു സമഭൂമിയാണ്. ഈ രഫീദീമ ഉയർച്ച താഴ്ചകളൊന്നുമില്ല, സുഖകരമായ ജീവിതം. കഴിക്കാനുണ്ട്, ഉടുക്കാനുണ്ട്, വീടുണ്ട്, അത്യാവശ്യം ജോലിയുണ്ട്, അത്യാവശ്യം സമ്പത്തുണ്ട്, വാഹനങ്ങളുണ്ട്, നല്ല ഭവനമുണ്ട്, എല്ലാമുണ്ട്. സമഭൂമി, സ്വസ്ഥമായൊരു ജീവിതം, സന്തോഷകരമായൊരു ജീവിതം, സുഖകരമായൊരു ജീവിതം. എന്നാൽ ആ സുഖകരമായ ജീവിതത്തിന്റെ അനന്തര ഭാഗങ്ങളിലേക്ക് കടന്നു പോകുമ്പോഴാണ് പ്രശ്നം. ഈ രഫീദീം എന്ന് പറയുന്ന സ്ഥലത്ത് സംഭവിച്ച 3 കാര്യങ്ങളാണ് ഈ 17-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. നമ്പർ 1, ഈ സമഭൂമിയിൽ എല്ലാം സുഖകരമായി സന്തോഷകരമായി പോകുന്ന ഒന്നാമത്തെ സംബന്ധിച്ച് നിങ്ങൾ താഴേക്ക് നോക്കുക, പിറുപിറുപ്പ്. എന്തിനു വേണ്ടിയാ? അവിടെ വായിക്കുന്നു, ഞങ്ങൾക്ക് കുടിക്കുവാൻ വെള്ളം തരണം. പിറുപിറുപ്പ്, ഒന്നാമത്തെ പ്രശ്നം പിറുപിറുപ്പ്. ഞാനിത് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് ചിന്തിച്ചു നോക്കുക. പലപ്പോഴും പല ഭവനങ്ങളിലും പ്രശ്നങ്ങൾ ഉടലെടുക്കുന്ന എവിടാന്നറിയാമോ? ഇല്ലാഞ്ഞിട്ടല്ല, ഉണ്ട്. പക്ഷെ ഉള്ളതിനെ മറ്റൊന്നായി മാറ്റണം, ഒന്ന് രൂപാന്തരപ്പെടുത്തണം, ഒരു പുതുമയിലേക്ക് പോകണം. നമുക്കൊരു വാഹനമുണ്ട്, നമുക്കൊരു പുതിയ വാഹനം വാങ്ങിക്കാം. കുടുംബത്തിലെ ഒരാൾ പറയും വേണ്ട, മറ്റൊരാൾ പറയും പിന്നെ മതി, ഒരാൾക്ക് ഇപ്പം വാങ്ങിച്ചേ പറ്റൂ. അപ്പോൾ ഇപ്പം വാങ്ങിച്ചേ പറ്റൂ എന്ന് പറയുന്ന ആൾ അതിനുവേണ്ടി പിടിച്ചു നിൽക്കും. വേണ്ട എന്ന് പറയുന്ന ആൾ പറയും നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കളയരുത്, ഒരഭിപ്രായം. പിന്നെ മതി എന്ന് പറയുന്ന ഒരു കോൺഫ്ലിക്റ്റ് അവിടെ രൂപപ്പെട്ടിരിക്കുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന സമഭൂമിയുടെ സ്ഥിതി മാറി, ഒരു പ്രശ്നരൂക്ഷിതമായൊരു വിഷയത്തിലേക്ക് കടന്നു വന്നു. ചെറിയ ചെറിയ വിഷയങ്ങൾ. വാഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ ചില വസ്ത്രങ്ങൾ കണ്ടു, എനിക്കത് വേണം, ഇപ്പം അത് വാങ്ങിയില്ലെങ്കിൽ അത് ആരോ വാങ്ങിച്ചു കൊണ്ടുപോകും, അതുകൊണ്ട് ഇപ്പം തന്നെ വാങ്ങണം. അല്ല, നമുക്ക് പിന്നെ വാങ്ങിച്ചാ പോരെ, അല്ല ഇപ്പം തന്നെ വേണം. ഒരു കോൺഫ്ലിക്റ്റുകൾ വരുന്നു, പിറുപിറുപ്പ് വരുന്നു. അതല്ലേലും നിങ്ങൾ അങ്ങനെ തന്നെയാ, എൻ്റെ കാര്യങ്ങൾ നോക്കുകയില്ല, ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിക്കുകയില്ല, പിറുപിറുപ്പ് ആരംഭിച്ചു. നോക്കുക, പതിയെ പതിയെ ക്രിസ്തീയ ജീവിതത്തിന്റെ സുഖകരമായ സമഭൂമിയിലേക്ക് പിശാച് പതിയെ കടന്നു വരുന്ന ഒന്നാമത്തെ അനുഭവം. രണ്ടാമത്തെ അനുഭവം നിങ്ങൾ നോക്കുക, അമാലേക്ക്, താഴേക്ക് വായിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട്, അമാലേക്ക് ഇസ്രായേലിനെതിരെ കടന്നു വരുന്നു. ഒന്നാമത്തെ പ്രശ്നം കുടുംബത്തിനകത്തു നിന്ന്, നമ്മുടെ ഉള്ളിൽ നിന്ന് പിറുപിറുപ്പ്. ഈ പിറുപിറുപ്പിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അത് ഒരുപക്ഷെ ആരും കാണണമെന്നോ കേൾക്കണമെന്നോ ഇല്ല. ചിലപ്പോൾ ബാത്റൂമിൽ കയറി എല്ലാ പൈപ്പ് ഓൺ ആക്കിയിട്ടായിരിക്കും പിറുപിറുക്കുന്നത്, കേൾക്കണമെന്നില്ല, കാണണമെന്നില്ല. അല്ലെങ്കിൽ റൂമിൽ കയറി കതവടച്ച് തലങ്ങണയിൽ മുഖം അമർത്തിയിട്ടായിരിക്കും പിറുപിറുക്കുന്നത്. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വാഹനത്തിൽ പോകുമ്പോഴായിരിക്കും, അതാരും കേൾക്കണമെന്നില്ല. ചിലപ്പോൾ കേട്ടാൽ വഴക്കാവും, അതുകൊണ്ട് കേൾക്കണമെന്നില്ല. പക്ഷെ രണ്ടാമത് നോക്കുക, ആ പിറുപിറുപ്പ് നല്ല പോയിന്റിലെത്തിയപ്പോൾ പുറത്ത് പ്രശ്നം ആരംഭിച്ചു. അമാലേക്ക് അവർക്കെതിരെ കടന്നു വരും. ഈ അമാലേക്ക് വന്നപ്പോൾ ഉള്ള പ്രശ്നം നിങ്ങൾ അവിടെ വായിച്ചു നോക്കുക. ഈ
ഇസ്രായേലിന്റെ മധ്യത്തിൽ ഈ പിറുപിറുപ്പ് ഇങ്ങനെ മൂത്തിരിക്കുന്ന സമയത്ത് ഈ പ്രശ്നങ്ങളെല്ലാം കൂടി ഇനി കൊടുമ്പിരി കൊണ്ട് ആ പ്രശ്നം പരിഹരിച്ചു എങ്കിൽ പോലും അതിൻ്റെ ആ മൂർത്തിമത ഭാഗത്തിലേക്ക് വരുമ്പോഴാണ് അമാലേക്ക് കടന്നു വരുന്നത്. നോക്കുക, അമാലേക്ക് കടന്നു വന്ന് ഇസ്രായേൽ യുദ്ധത്തിന് പോകുമ്പോൾ അവിടെ വായിക്കുന്നത് ഇസ്രായേൽ ജയിക്കുമെന്നുള്ളതിന് യാതൊരു ഉറപ്പോടെ. നിങ്ങൾ വായിച്ചു നോക്കുക, ഇസ്രായേൽ ജയിക്കുമെന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല. ദൈവം ഇസ്രായേലിനോട് പറയാണ്, മോശയോട് പറയാണ്, മോശെ ഇങ്ങനെ പോയാൽ ഇസ്രായേൽ പരാജയപ്പെടും. കാരണം ആകപ്പാടെ പിറുപിറുപ്പും പ്രശ്നങ്ങളും വന്ന് അവരാകെ ഒരു പരാജയത്തിന്റെ വക്കിലെത്തി നിൽക്കാം. നീ ഓടി ആ പർവ്വതത്തിന് മുകളിൽ കയറണം. ഒരു വടി പിടിച്ചുകൊണ്ട് നിന്റെ 2 കൈയും ആകാശത്തേക്ക് ഉയർത്തി നിൽക്കണം. അങ്ങനെ നിന്റെ കൈ ഉയർന്നു നിൽക്കുന്നിടത്തോളം ഇസ്രായേൽ പരാജയപ്പെടുകയില്ല. അതിന്റെ അർത്ഥം മോശ കൈ ഉയർത്തിയില്ലെങ്കിൽ ഇസ്രായേൽ എന്ത് ചെയ്യും? പരാജയപ്പെടും. There is a chance. ഇസ്രായേൽ പൂർണ്ണമായി തോറ്റുപോകാൻ ചാൻസ് ഉണ്ട്. എന്നാൽ അവർ നിൽക്കുന്നത് രഫീദീമിന്റെ സമഭൂമിയില്ല. ആ സമഭൂമിയിൽ എല്ലാം ഉള്ള സന്തോഷത്തിൽ, ദൈവം തന്ന നന്മകൾക്ക് മധ്യത്തിൽ, ദൈവം തന്ന ഉയർച്ചയുടെ മധ്യത്തിൽ, ദൈവം തന്ന ശുശ്രൂഷകളുടെ മധ്യത്തിൽ, ദൈവം തന്ന അനുഗ്രഹങ്ങളുടെയും അഭിവൃദ്ധിയുടെയും മധ്യത്തിൽ പരാജയപ്പെടാൻ ഉള്ളിൽ നിന്നും പുറമെ നിന്നും പിശാച് കടന്നു വരുന്നുണ്ട് എന്ന് മറന്നു പോകരുത്. എഫെസ്യ ലേഖനത്തിൽ വായിക്കുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, പിന്നെ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിന്റെ പിശാചിനോട് തന്നെയാ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ശക്തിയോടാണ്, നമ്മുടെ പുറത്തുനിന്ന് നമ്മെ അറ്റാക്ക് ചെയ്യുന്ന ശക്തിയോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. അല്ലാതെ ഈ ലോകത്തോടോ മനുഷ്യനോടല്ല. അതിനോട് പോരാടണം. അതിനോട് പോരാടാൻ ചില ആയുധങ്ങൾ എഴുതിയിട്ട് അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നു, എല്ലാറ്റിനും മേലെ സകല പ്രാർത്ഥനയാൽ. ഏറ്റവും വലിയ ആയുധം എന്താണെന്ന് അറിയാമോ? ശ്വാസം എന്ന കാര്യങ്ങൾ, പരിച, ബെൽറ്റ്, ശിരസ്ത്രം, ഇതെല്ലാം വേണം. പക്ഷെ ഏറ്റവും ശക്തിയുള്ളത് പ്രാർത്ഥന എന്ന ആയുധം. ഞാൻ അതാണ് പ്രാരംഭമായിട്ട് പറഞ്ഞത്. ഇസ്രായേൽ പ്രാർത്ഥിച്ചിരുന്ന, കരഞ്ഞിരുന്ന നാളുകളിൽ അവരെ തൊടാൻ ആളില്ലായിരുന്നു. എന്നാൽ അവരിപ്പോൾ പരാജയത്തിലേക്ക് പോയപ്പോൾ ഇസ്രായേലിനെ കുറിച്ച് ദൈവം പറയാം, അവർ തോറ്റുപോകുക. മോശേ, നീ ഓടി പർവ്വതത്തിന് മുകളിലെത്ത്, നിന്റെ കൈ ഉയർന്നു നിൽക്കണം, അല്ലെങ്കിൽ അവർ തോറ്റുപോകും. 3ാമത്തെ വിഷയം നിങ്ങളവിടെ വായിക്കുക. ഇത്രോ, മോശയുടെ അമ്മായിപ്പൻ പിന്നെ രംഗപ്രവേശനം ചെയ്തു. കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ കാര്യം പറയാൻ പറ്റുമോ? മോളെ കെട്ടിച്ചു കൊടുത്തു, മരുമോനാണ്. അവൻ്റെ പരാജയം എൻ്റെയും കൂടെ പരാജയമാണ്, മോടെ ലൈഫല്ലേ. അപ്പോൾ മരുമകനോട് ഒരു അഭിപ്രായം പറഞ്ഞേക്കാം, മോശെ വന്നാട്ടെ, ഒരു കാര്യം ഞാൻ പറയാം, നീ ഇങ്ങനെ പോയാൽ ആകെപ്പാടെ പ്രശ്നമാകും. അവസാനം നീ ഒറ്റപ്പെടും, നിനക്കാരുമില്ലാതെ വരും. ഈ പറയുന്ന നേതാക്കന്മാർ, നിന്റെ കൂടെ നിൽക്കുന്നവർ തന്നെ നിനക്കെതിരെ തിരിയും. അവർ തന്നെ കൂട്ടുകൂട്ടുണ്ടാക്കി ഒരുപക്ഷെ നിന്നെ നശിപ്പിച്ചു എന്ന് വരാം. നീ ഒരു കാര്യം ചെയ്യ്, ഈ ജനം നിനക്കെതിരെ തിരികെയും നിനക്കെതിരെ പിറുപിറുക്കുകയും നിനക്കെതിരെ സംസാരിക്കുകയും ചെയ്യുന്നിടത്തോളം നിനക്ക് ചെയ്യാൻ കഴിയുന്നൊരു വസ്തുതയുണ്ട്. ഈ ഇസ്രായേലിലെ ഗ്രൂപ്പായിട്ടൊക്കെ തിരിച്ചിട്ട് അതിൽ ചില ആളുകളെ നേതൃത്വ സ്ഥാനത്ത് നിങ്ങൾ നിർത്തണം. അവരെ ചില കാര്യങ്ങൾ ചുമതലപ്പെടുത്തി നിന്റെ ആ അധികാരത്തെ ക്രമേണ മറ്റുള്ളവർ കൂടെ പരിചയപ്പെടുത്തി അവരെ കൂടെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ ഒരു വലിയ ഉപദേശമോടെ കൊടുക്കുന്നതായിട്ട് ഞാൻ അവിടെ വായിക്കുന്നു. എന്ന് പറഞ്ഞാൽ, നീ സ്ഥാനത്തിരിക്കുമ്പോൾ നീ മാത്രം എന്നുള്ള അധികാരം, അത് ദൈവം നിന്നിൽ സ്ഥാപിച്ച അധികാര പദവിയിൽ ഇരുന്നോളൂ. പക്ഷെ ജനത്തിന്റെ മധ്യത്തിൽ മറ്റുള്ളവരെ കൂടെ ഒന്ന് പരിഗണിച്ച് ഒന്ന് കൈകാര്യം ചെയ്ത് അവരെ കൂടെ ഒരു കഴിവനുസരിച്ച് ഒന്ന് ഉയർത്തുവാൻ, ഒരു സ്ഥാനം കൊടുക്കുവാൻ കഴിയുമെങ്കിൽ പ്രശ്നത്തിനൊരു പരിഹാരം. ഈ 3 സംഭവങ്ങൾ നടന്ന ഒരു സ്ഥലമാണ് രഫീദീം. ഞാൻ ആ ഭാഗമോടെ വരിക. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു വാക്യം ഞാൻ അവിടെ വായിച്ചു പോകട്ടെ. ഫിലിപ്പ് ലേഖനം 4:19 വരുമ്പോൾ 19-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ തീർത്തു തരും എന്നല്ല, പൂർണ്ണമായി. അവിടെയാണ് അണ്ടർലൈൻ ഇടേണ്ടത്. ഒന്നും ബാക്കി വെച്ചേക്കുകയല്ല. ഞാൻ എന്തിനീ വാക്യം വായിച്ചു എന്നറിയാമോ? ഈ രഫീദീമിലെ 1-ാമത്തെ സ്ഥലത്ത് ഈ വലിയ പിറുപിറുപ്പ് സംഭവിച്ചപ്പോൾ അവർക്കിപ്പം വെള്ളം വേണം. വീണ്ടും മറ്റൊരു സ്ഥലത്ത്, സംഖ്യാപുസ്തകത്തിൽ 2-ാമത്തെ സ്ഥലത്ത് വെള്ളത്തിന് വേണ്ടി അവർ പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. ഞാൻ ആ വിഷയം വിടുന്നു. കർത്താവ് പറയാണ്, ഞാൻ നിന്റെ ജീവിതത്തിൻ്റെ ഈ സമഭൂമിയിൽ നിനക്ക് വേണ്ടതെല്ലാം പൂർണ്ണമായി തീർത്തു തരുവാൻ ഐ ആം റെഡി. ഇനി 2-ാമത്തെ അവസരത്തിലേക്ക് കടന്നു വരാം. താഴേക്ക് നോക്കുക. അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക്, 17-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നുണ്ടോ, ഇസ്രായേൽ മക്കളുടെ കലഹം നിമിത്തവും യഹോവ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്നവർ യഹോവയെ പരീക്ഷിക്ക നിമിത്തവും ആ സ്ഥലത്തിനവർ മസ്സ എന്നും മെരീബ എന്നും, ഒരു സ്ഥലത്തിന് 2 പേര്.
അതിൻ്റെ അർത്ഥം ഞാനിങ്ങനെ പറയാം. കുറച്ച് പേര് പറയും മസ, കുറച്ച് പേര് പറയും മെരീബ എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് പറയും അവിടെ പോവല്ലേ, അത് പരീക്ഷയുടെ സ്ഥലമാണ്. മറ്റു ചില ആളുകൾ പറയും അവിടെ അടിപിടിയുടെ സ്ഥലമാണ്, കലഹത്തിന്റെ സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്തിന് ഉണ്ടായിരുന്ന സാക്ഷ്യം കൂടെ പോയി. രഫീദീമിൽ വന്ന് ഇസ്രായേൽ നേടിയ സാക്ഷ്യം കണ്ടോ, ആ സ്ഥലത്തിന്റെ സാക്ഷ്യം കൂടെ പോയി. പിന്നീട് ഇന്നും അതിനെ മസാന്നും മെരീബാന്നും വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകരുത്, അവിടെ അടിപിടി പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്. നല്ല സ്ഥലമായിരുന്നു, അടിപിടി പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, ദൈവമക്കളുടെ ജീവിതത്തിൽ അവരായിരിക്കുന്ന മേഖലകളിൽ എന്ത് സാക്ഷ്യമാണ് നമുക്ക് നേടാനായിട്ട് കഴിയുന്നത്? എന്ത് നേട്ടമാണ് നമുക്ക് നേടാൻ കഴിയുന്നത്? ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന കുടുംബത്തിൽ, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിൽ 10 ദിവസത്തേക്ക് ഞാൻ മറ്റൊരു സഹോദരന്റെ ഭവനത്തിൽ താമസിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്നെ ഒരു ശുശ്രൂഷയ്ക്ക് കൊണ്ടുപോകുമ്പോൾ, എന്നെ ഒരു ദൂരസ്ഥലത്തേക്ക് ശുശ്രൂഷയ്ക്ക് കൊണ്ടുപോകുമ്പോൾ, അത്രയും ദിവസം ഞാൻ നേടിയെടുക്കുന്ന സാക്ഷ്യം എന്താണ്? ഞാൻ അവിടെ വെച്ചിട്ട് പോകുന്ന അനുഭവങ്ങൾ എന്താണ്? പലപ്പോഴും ഞാൻ ഇങ്ങനെ ചിന്തിച്ച് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ഇടയാവുന്നുണ്ട്. നമ്മളൊരു ഭവനത്തിൽ വിളിക്കുമ്പോൾ, 4 ദിവസം ഭവനത്തിൽ താമസിക്കുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് അവർ നമ്മളെ വാച്ച് ചെയ്യും. അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഏതാണ്, രീതി എന്താണ്? ഞാൻ ചോദിക്കട്ടെ, പ്രാർത്ഥനയില്ല, ഭക്തിയില്ല, കുളിയില്ല, പല്ലുതേപ്പില്ല, എറികിടന്നുറങ്ങുന്നു, പോകുന്നു, കറങ്ങുന്നു ആണെങ്കിൽ അവരെന്ത് പറയും? ഇതെന്തൊരു ദൈവദാസൻ, ഇങ്ങനെയാണോ? കുളിക്കുകയില്ല, പല്ല് തേക്കുകയില്ല, പ്രാർത്ഥിക്കുകയില്ല, പ്രാർത്ഥിച്ചാൽ വരികയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന സാക്ഷ്യം കൂടെ പോകും. എന്നാൽ ഞാൻ പറയട്ടെ, നമ്മൾ പ്രാർത്ഥിക്കുന്നത് അവർ കാണുന്നുവെങ്കിൽ, നമ്മൾ കരയുന്നത് അവർ കാണുന്നുവെങ്കിൽ, അവർക്ക് വേണ്ടി കൂടെ കരയുന്നത് കാണുന്നുവെങ്കിൽ അവരെന്ത് പറയും? ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് കുറച്ച് നേരെയുള്ളത് കഴിഞ്ഞു പോയി, പക്ഷേ അദ്ദേഹം മുറിയിലിരുന്ന് കരയുന്നത് ഞങ്ങൾ കണ്ടു. ആമേൻ. ആ ദൈവദാസൻ രാത്രിയുടെ യാമങ്ങളിൽ കരയുന്നത് ഞാൻ കണ്ടു. ഭാര്യയും ഭർത്താവും മക്കളില്ല, താമസിക്കുമ്പോൾ താഴെ റോഡിലൂടെ ഒരു ദൈവദാസൻ പോകുന്നു. അയാള് ദൈവദാസൻ എന്നുള്ള ബോർഡൊന്നും പിടിച്ചിരുന്നില്ല. ഭാര്യ എന്ന് ഭർത്താവിനോട് പറഞ്ഞു, അതെ കുറെ നാളായി നമ്മുടെ മുമ്പിലൂടെ ഒരു ദൈവദാസനാണെന്ന് തോന്നുന്നു, ഞാൻ കണ്ടിട്ട് അദ്ദേഹം ഒരു പ്രവാചകനാണെന്ന് എങ്ങനെ മനസ്സിലായി? കാണുമ്പോഴറിയാം. ഒരു ദൈവ പൈതലിനെ കാണുമ്പോൾ അറിയാം, മുഖം നോക്കുമ്പോൾ അറിയാം. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു മുറി വെച്ച് അദ്ദേഹത്തെ ഒന്ന് വിശ്രമിക്കാൻ അനുവദിച്ചു കൊടുക്കാം. അങ്ങനെ ചെയ്തതിലൂടെ അവർക്കുണ്ടായ നേട്ടം എന്താണെന്നറിയാമോ? വൈദ്യശാസ്ത്രം പറഞ്ഞു നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുകയില്ല. ആ ദൈവദാസനെ മാനിച്ചതോടുകൂടെ ആ കുടുംബത്തിന് ഒരു കുഞ്ഞിനെ ലഭിച്ചു. ചോദിക്കാം, കുറച്ച് നാൾ കഴിഞ്ഞ് കുഞ്ഞു മരിച്ചുപോയില്ലേ? യെസ്, മരിച്ച കുഞ്ഞിനെയും ആ ദൈവദാസൻ ജീവിപ്പിച്ച് പിന്നെയും തിരിച്ചു കൊടുത്തു. അതാണ് പ്രാർത്ഥനയുടെ സാക്ഷ്യത്തിൻ്റെ നേട്ടമെന്ന് പറയുന്നത്. സാക്ഷ്യക്കേടിന് അവസരം ഒരുപാടുണ്ട്, പക്ഷെ അത് വിട്ടിട്ട് രഫീദീമിൻ്റെ അവസരങ്ങളിൽ, ജീവിതത്തിൽ സമഭൂമിയുടെ അവസരങ്ങളിൽ നല്ലൊരു സാക്ഷ്യം നേടാനായിട്ട് കഴിയണം. കലഹം ജീവിതത്തിൽ ഉണ്ടാകാം, പരീക്ഷകൾ ജീവിതത്തിൽ ഉണ്ടാകാം. ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്, ഞാൻ ഇവിടെ നിർത്തുക. പല നിലയിൽ കലഹങ്ങൾ ഉണ്ടാകാം. ലേഖനം കുടുംബത്തെക്കുറിച്ചൊക്കെ വായിക്കുന്നുണ്ട്, ദാസന്മാരെ നിങ്ങളുടെ യജമാനന്മാരെ എന്ന് പറഞ്ഞാൽ യജമാനനും ദാസനും തമ്മിൽ കലഹമുണ്ടാകാം. ജോലി സ്ഥലത്തെ മാനേജരും കീഴിലുള്ളവരും തമ്മിൽ കലഹമുണ്ടാകാം. ആ കലഹത്തോട് സമാധാനവും പോവും, സന്തോഷവും പോവും, ഭക്ഷണം കഴിക്കാൻ തോന്നുകയില്ല. അടുത്തത് ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരോട്, അടുത്ത സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹമുണ്ടാകാം. അത് കുടുംബത്തിൻ്റെ അകത്തെ പ്രശ്നം, അവിടുത്തെ പ്രശ്നം, ഇവിടുത്തെ പ്രശ്നം. അടുത്തത് മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരും മക്കളും തമ്മിൽ അടിയുണ്ടാകാം. പ്രശ്നങ്ങൾ ഒരുപാട് കടന്നു വരും ക്രിസ്തീയ ജീവിതത്തിൽ. അതൊന്നുമില്ലാത്തതാണ് ജീവിതമെന്ന് കരുതരുത്. കലഹത്തിന്റെ അവസരങ്ങൾ ഒരുപാട് കടന്നു വരും, പരീക്ഷയുടെ അവസരങ്ങൾ ഒരുപാട് കടന്നു വരും. അടുത്ത സമയത്ത് ചില കുട്ടികൾ ഇങ്ങനോട് ചോദിച്ചു, സ്വർഗത്തിൽ പാപമുണ്ടോ? നമ്മുടെ ഉത്തരമില്ല. പക്ഷെ എങ്ങനെ അവിടെ ഉണ്ടായിരുന്ന മാന്യനായ ലൂസിഫറിന് പാപം ചെയ്യാൻ കഴിഞ്ഞു? യോബിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, സ്വർഗവും തൃക്കണ്ണിന് നിർമ്മലമല്ലല്ലോ. ഞാൻ പറഞ്ഞു, നമ്മൾ പോകുന്ന സ്വർഗം എന്ന് പറയുന്നത് ആ സ്വർഗമല്ല, നമുക്ക് വേണ്ടി വേറെ സ്ഥലം ഒരുക്കുന്നുണ്ട്. അവിടെ വായിക്കുന്നത്, ഞാൻ അത്യുന്നതനോട് സമനാകും, അവന് മീതെ. അവിടെ സംഭവിച്ചെന്താണെന്നറിയാമോ? അവന് മാത്രമേ അവിടെ ഇരിക്കാമോ? എനിക്കെന്താ കയറിയിരുന്നാൽ? ഞാനെന്താ കസേരയിട്ട് അവിടെ ഇരുന്നാൽ? ഇത്രയും നാളായിട്ട് അദ്ദേഹമല്ലേ അവിടെ ഇരിക്കുന്നത്. കുറച്ച് നാൾ ഞാൻ ഇവിടെ ഇരുന്നാൽ എന്താ കുഴപ്പം? ഞാനും അങ്ങോട്ട് അധികാരം എടുക്കും, എനിക്കും കുറച്ച് നാൾ. അതിനൊറ്റ വാക്ക് പറഞ്ഞാൽ നിഗളം, മറ്റൊന്ന് പറഞ്ഞാൽ അഹങ്കാരം.
വേദപുസ്തകത്തിൽ ഈ 2 വാക്ക് വളരെ തവണ ആവർത്തിച്ച് പറയുന്നു. മലാക്കി പ്രവചനം 4-ാം അധ്യായത്തിൽ വായിക്കുന്നു, സകല അഹങ്കാരികളും താളടിയാകും, വേരും കൊമ്പും ശേഷിക്കാതെ അവർ കത്തി ചാരമായി പോകും. പുതിയ നിയമത്തിൽ വീണ്ടും എഴുതി പുസ്തകം അവസാനിക്കുമ്പോൾ അവിടെയും വായിക്കാൻ, സകല അഹങ്കാരികളും നശിച്ചു പോകും. ക്രിസ്തീയ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാക്ഷ്യമാണ് നേടുന്നതെങ്കിൽ വേരും കൊമ്പും ശേഷിക്കാതെ നശിപ്പിച്ചു കളയുന്ന ഒരു ലൈഫ് നമ്മുടെ ജീവിതത്തിൽ വരാം. കോരഹ് പുത്രന്മാർ ഉദാഹരണമാണ്. കണ്ണിന് മുമ്പിൽ തൻ്റെ അപ്പന്മാരുൾപ്പെടെയുള്ള ജാതികൾ ഭൂമി വായി തുളർന്ന് തീയിലേക്ക് അവർ വീണുപോയപ്പോൾ മക്കൾ പറഞ്ഞു, അപ്പന്മാര് പോയെന്നും പറഞ്ഞു മക്കളായി ഞങ്ങൾ വീഴുകയില്ല, അവർക്ക് ദൈവത്തെ വിശ്വാസമില്ല, പക്ഷേ ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വസിക്കുന്നു. അവർ സങ്കീർത്തനം എഴുതിയപ്പോൾ എഴുതി, നിന്റെ ആലയത്തിൻ്റെ വാതിലിൽ അവിടെ ഒരു കാവൽക്കാരനായി നിൽക്കുന്നത് എനിക്ക് ഏറ്റവും നല്ലത്. എൻ്റെ അപ്പൻ ഇന്നില്ല, ഭൂമി വായി തുളർന്ന് ആ അഗ്നിയിലേക്ക് ഇറങ്ങിപ്പോയി, ഞങ്ങളും പോകേണ്ടതായിരുന്നു. അപ്പൻ പറഞ്ഞതാ, മോനെ ഞാൻ പറയുന്ന പോലെ നീ കേൾക്കണം, ഞാൻ പോകുന്ന വഴി നീ വരണം, ഞാൻ ചെയ്യുന്ന പോലെ വരണം. മക്കൾ പറഞ്ഞു സൗകര്യമില്ല, അപ്പൻ ചെയ്യുന്ന തെറ്റാണ്, ഞാൻ വിശ്വസിക്കുന്നതാണ് സത്യം. അതിനുവേണ്ടി നിന്നപ്പോൾ കോരഹപുത്രന്മാർ അനുഗ്രഹിക്കപ്പെട്ടു. ദൈവത്തിന്റെ സ്തോത്രം. പുതിയ നിയമത്തിലേക്ക് കടന്നു വരിക. ഒരു മകൻ തെറ്റിപ്പോയപ്പോൾ അവനെ കൗൺസിൽ ചെയ്യാനോ അവന് വേണ്ടി കത്തയച്ച് മെസ്സേജ് അയച്ചു ഒന്നും അപ്പൻ ചെയ്തില്ല. അപ്പൻ അറിയാം, അപ്പൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞവനാ പോയത്. അവൻ തിരിച്ചു വരുമെന്ന് അപ്പൻ അറിയാമായിരുന്നു. അനേകം മക്കൾ പിതാക്കന്മാരിൽ നിന്ന് മാതാക്കളിൽ നിന്ന് വഴിതെറ്റി ലോകത്തിൻ്റെ ഇഷ്ടത്തിൽ നടന്ന് ആത്മഹത്യ ചെയ്യുമ്പോൾ, പിഴച്ച് നടക്കുമ്പോൾ, സ്റ്റേഷനിൽ പോകുമ്പോൾ, ജയിലിൽ പോകുമ്പോൾ മാതാപിതാക്കളെ കരയെന്ന് കണ്ടിട്ടുണ്ട്. എൻ്റെ ഈ കയ്യിൽ ഞാൻ വളർത്തിയതാ, ഞങ്ങൾ ചോറ് കൊടുത്തതാ, ഞങ്ങളാണ് അവരെ ഉടുപ്പിച്ചത്, ഞങ്ങളാണ് ഉടുപ്പിടിപ്പിച്ചത്, ഞങ്ങളാണ് വളർത്തിയത്. ഞാൻ തിരിച്ചു ചോദിക്കും, ആ കൂട്ടത്തിൽ ജീവനുള്ള ദൈവത്തെക്കുറിച്ച് പറയാൻ നിങ്ങൾ മറന്നുപോയി. ആ കൂട്ടത്തിൽ ആ കുട്ടിക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണുനീരൊഴുക്കുവാൻ നിങ്ങൾ മറന്നുപോയി. പ്രിയപ്പെട്ടവരെ, അവിടെ നേടേണ്ടുന്നൊരു സാക്ഷ്യം ഇതാണ്, എൻ്റെ അപ്പനും എൻ്റെ അമ്മയും കരഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടത്. അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. നാളത്തെ തലമുറ ആ നിലയിൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകണം. അല്ലെങ്കിൽ ആ ദൈവദാസന്റെ വീട്, ആ സഭ, അല്ലെങ്കിൽ ആ സമൂഹം അതൊരു മസായാണ്, അതൊരു മെരീബിയാണ് എന്ന് പറയേണ്ടി വരും. അടുത്ത ഭാഗത്തേക്ക് കടന്നു പോകുക. അതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. തിരിച്ച് ലാസ്റ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ 15-ാം വാക്യം, ആ സ്ഥലത്തിന്, ആ പ്രദേശത്തിന് അവിടെ പിന്നെ മോശ ഒരു യാഗപീഠം പണിതു, അതിന് യഹോവ നിസി എന്ന് ഈ പേര് കണ്ടോ. ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടന്നു. ആകെ 16-17 വാക്യങ്ങളേ ഉള്ളൂ. വലിയ പ്രശ്നങ്ങൾ നടന്ന്, വലിയ പ്രശ്നം, യുദ്ധം വരെ അവിടെ നടന്നു ഈ അധ്യായത്തിൽ. ഒടുവിൽ ആ അധ്യായം തീരുമ്പോൾ നോക്കിയേ, ഒരു വലിയ വിജയം നേടി. ആ വലിയൊരു വാഗ്ദത്തം, എന്താ വാഗ്ദത്തം കൊടുത്തത്? അതിൻ്റെ 14-ാം വാക്യം നോക്കുക. നീ ഇത് ഓർമ്മയ്ക്കായിട്ടൊരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കണം. കാരണം അടുത്ത നേതാവാണ്. ഞാൻ അമാലേക്കിൻ്റെ ഓർമ്മ ആകാശത്തിൻ്റെ കീഴിൽ നിന്ന് അശേഷം മായ്ച്ചു കളയും. ഇനി ഇവർ നിങ്ങളുടെ അടുത്ത് വരത്തില്ല, ഞാൻ ഇവരെ പൂർണ്ണമായിട്ട് എഴുതും. നീ ഇത് എഴുതി വെച്ചോണം. അടുത്ത നേതാവായ യോശുവയെ നീ ഇത് വായിച്ച് കേൾപ്പിക്കണം. ഇനി അവനും ഇതുപോലെ പ്രവർത്തിക്കാൻ പോവുകയാണ് എന്ന് ആ വലിയൊരു സന്തോഷം അവൻ ലഭിച്ചു. വലിയൊരു വിജയം നേടിക്കഴിഞ്ഞപ്പോൾ മോശ അവിടെ ചെയ്തത്, അവിടെ ഒരു യാഗപീഠം ഞാൻ അവിടെ അവസാനിപ്പിക്കുക. ജീവിതത്തിൽ വിജയം കൊയ്യുമ്പോൾ യാഗപീഠം പണിയാൻ മറന്നു പോകരുത്. ജീവിതത്തിൽ അഭിവൃദ്ധികൾ നേടുമ്പോൾ യാഗപീഠം പണിയാൻ മറന്നു പോകരുത്. ബാക്കിയെല്ലാം നാം ഓർക്കും, പക്ഷെ യാഗപീഠം പണിയാൻ പലപ്പോഴും ഞാനും നിങ്ങളും മറന്നു പോയിട്ടുണ്ട്. ദൈവത്തിന് ഒരു നന്ദി പറയാൻ പലപ്പോഴും ഞാനും നിങ്ങളും മറന്നു കൊടുത്തിട്ടുണ്ട്. ആ സ്ഥലത്തിന് പേരിട്ടു യഹോവ നിസി എന്ന് പറഞ്ഞാൽ എൻ്റെ വിജയം, എൻ്റെ കൊടി, എൻ്റെ ദൈവമാണ്. നമ്മുടെ കുടുംബജീവിതത്തിന് മുകളിൽ എഴുതി വെക്കണം, എൻ്റെ വിജയം എന്ന് പറയുന്നത് എൻ്റെ ജോലിയല്ല, എൻ്റെ വിദ്യാഭ്യാസമല്ല, എൻ്റെ മക്കളല്ല, എൻ്റെ നേട്ടങ്ങളൊന്നുമല്ല, മറിച്ച് എൻ്റെ വിജയം എന്ന് പറയുന്നത് എൻ്റെ കർത്താവായ യേശു ക്രിസ്തു. അനേക വേദഭാഗങ്ങൾ വായിക്കുവാനുണ്ട്, ഞാൻ ആ ഭാഗമെല്ലാം വിടുകയാണ്. നമുക്കറിയാം, പുതിയ നിയമത്തിൽ ഒരു ഭൂതഗ്രസ്തൻ്റെ അടുക്കിലേക്ക് കർത്താവ് ചെന്നു, ഗെരസന്യ ദേശത്ത്. നമുക്കത് വായിക്കുന്നുണ്ട്. അവൻ കപ്പൽ കഴി അക്കരെ ചെന്ന് ആ ഒരു വ്യക്തിക്ക് വേണ്ടിയാണ്, ആ ഒരു വ്യക്തിക്ക് വേണ്ടി, ഭൂതം ബാധിച്ച, ഭൂതപ്രേത പിശാചുക്കൾ കയറിയ, ലഗ്യോൻ ബാധിച്ച ആ ഒരു മനുഷ്യന് വേണ്ടി കർത്താവ് അക്കരച്ച്. അവിടെ ചെന്നപ്പോഴും പറയുക, വേണ്ട, പൊക്കോളൂ, നീ ഇവിടെ വരരുത്, അവൻ ഉപദ്രവിക്കാൻ തുടങ്ങുന്നു, പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങുന്നു. കർത്താവ് എന്ത് ചെയ്തു? എന്നാൽ പിന്നെ ആയിക്കോട്ടെ, തിരിച്ചു പോകാം. അല്ല, അവിടെ തന്നെ നിന്നു, അവനോട് സംസാരിക്കുന്നു.
അവനിലെ ഭൂതത്തോട് സംസാരിക്കുന്നു. അതിനെ ശാസിച്ച് പുറത്തു തള്ളി. അവനൊരു നല്ല മനുഷ്യനായി മാറി. പിന്നീട് വായിക്കുന്നത് എന്താ? അവൻ മാന്യമുള്ളവനായി, മാന്യതയുള്ളവനായി, സുബോധമുള്ളവനായി വസ്ത്രം ധരിച്ച് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നു. കാലം പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നാമോ നമ്മുടെ തലമുറകളോ ഇതുപോലെ എത്രയോ ഭൂതപാത പ്രേത പിശാചുക്കളുടെ മധ്യത്തിൽ വീണുപോയ അനുഭവം ഉണ്ടായിരുന്നു. ഈ ലോകത്തിൻ്റെ കാലഗതിയെയും അവരുടെ അനുസരിക്കേണ്ട മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന സകലാത്മാക്കളെയും അനുസരിച്ച് നടന്നവരായിരുന്നു ഞാനും നിങ്ങളും. എന്നാൽ എൻ്റെ അടുക്കൽ കർത്താവ് കടന്നു വന്ന് എന്നെ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ച് ആ ദൈവദാസൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ, ഞാൻ നിനക്ക് അനേക ടാസ്ക് തരും, നിനക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്കറിയാം, പക്ഷേ അത് നിനക്ക് വേണ്ടി ഞാൻ ഏറ്റെടുക്കുക. ഞാനുണ്ട് നിൻ്റെ കൂടെ. വേദനപ്പെടുമ്പോൾ ഞാനുണ്ട് നിൻ്റെ കൂടെ. കരയുമ്പോൾ ഞാനുണ്ട് നിൻ്റെ കൂടെ. കാരണം ആ അധ്യായം എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഒരു കൊടി, യഹോവ നിസി. തുടക്കം മുതൽ താഴേക്ക് നോക്കുമ്പോൾ എത്രമാത്രം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പുറകോട്ട് നോക്കുമ്പോൾ എത്രമാത്രം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ആ എക്സ്പീരിയൻസും ഈ 17-ാം അധ്യായം തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഇസ്രായേലിലെ ഇത്രയും എക്സ്പീരിയൻസ്, ഇത്രയും ആ ദൃഢത, ഇത്രയും ഉറപ്പ്, ഇത്രയും സാക്ഷ്യമുള്ള നിങ്ങളാണോ ഈ 17-ാം അധ്യായത്തിൽ ഇത്രയും പരാജയപ്പെട്ടു പോയത്? ഒടുവിൽ ഒരു കൊടി ഉയർത്തിയിട്ട് പറയാം, എൻ്റെ ദൈവമാണ് എൻ്റെ വിജയം. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിൽ, സഭയിൽ, സമൂഹത്തിൽ ഈ കൊടി ഉയർന്നു നിൽക്കട്ടെ. ഏത് നന്മയുടെ മധ്യത്തിലും ഒരു യാഗപീഠം അവിടെ ഉയർന്നു നിൽക്കട്ടെ. ആ യാഗപീഠത്തിൽ നന്ദിയുടെയും സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ധൂപം ഉയർന്നുകൊണ്ടിരിക്കട്ടെ. അവിടെ ആദ്യ ഭാഗത്ത് നാം വായിച്ചു, നമുക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. നീ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുക. പ്ലസ് നീ മുമ്പോട്ട് പോകുക. നിനക്ക് മുമ്പിലും പുറകിലും കർത്താവ് ഉണ്ടാകും. ഇസ്രായേൽ മുമ്പോട്ട് പോയി, വിജയങ്ങളിലൂടെ മുമ്പോട്ട് പോയി. എന്നാൽ വീണ്ടും പറയേണ്ടതാണെങ്കിൽ ഞാൻ പറയട്ടെ, 40 ദിവസത്തിൽ താഴെ ചെല്ലേണ്ടുന്ന ആ യാത്രയിൽ 40 വർഷം ദൈവം അവരെ വട്ടം കറക്കി. കാരണം ആ വിജയം നേടിയ ഇസ്രായേൽ പിന്നെയും പരാജയപ്പെട്ടു. ഒരു തലമുറയെ ദൈവം അവിടെ നശിപ്പിച്ചു കളഞ്ഞു. കാരണം നിങ്ങൾ കേട്ടത് പൂർണ്ണമായി അനുസരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. പലപ്പോഴും ദൈവവചനം കേട്ടിട്ട് അഭിപ്രായപ്പെട്ടു പോകാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരഭിപ്രായവും ഇവിടെ കേൾക്കണ്ട. കർത്താവേ, ഇന്ന് ഞാൻ കേട്ടത് എന്നോടാണ്, എനിക്ക് വേണ്ടിയാണ്, എന്നോടാണ് ഇവിടുന്ന് സംസാരിച്ചത്. എൻ്റെ കുറവെന്താണ്, എൻ്റെ തെറ്റെന്താണ്, ഞാൻ എവിടെയാണ് എൻ്റെ ജീവിതത്തെ പരിഹരിക്കേണ്ടുന്നത്? ഇന്ന് രാത്രി അത് പരിഹരിച്ചുകൊണ്ട് യഹോവ നിസിയുടെ ഒരു കൊടി എൻ്റെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും ഉയർന്നു നിൽക്കുവാൻ, അനേക മേഖലകളിൽ ഒരു യാഗപീഠം പണിത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇതും കണ്ടുകൊണ്ട് നിന്ന ഒരുവനുണ്ടായിരുന്നു, യോശുവ. നീ യോശുവെ കേൾപ്പിക്കണം. അന്ന് അവന് അല്പം ബാലനാണ്. യോശുവ അത് കണ്ടുകൊണ്ട് നിന്നു. യോശുവ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത നാളിൽ യോശുവയ്ക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾ വഴിതെറ്റിപ്പോയാൽ എന്ത് സംഭവിക്കും, അനുസരിച്ചാൽ എന്ത് സംഭവിക്കും. അന്ന് യോശുവ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെയായിരുന്നാലും ഞാനും എൻ്റെ കുടുംബവും ഞാൻ യഹോവയെ സേവിക്കും. ആ സാക്ഷ്യമായിരിക്കട്ടെ നമ്മുടെ സാക്ഷ്യം. ദൈവം തന്ന വചനത്തിനായിട്ട് ഞാനും ദൈവത്തെ സ്തുതിക്കും. നമ്മിൽ ഹൃദയങ്ങളിൽ ദൈവം പ്രവർത്തിക്കട്ടെ. അവസരം തന്ന പ്രിയപ്പെട്ടവർക്ക് നന്ദി അറിയിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ആലോചനകളാണ് നാം ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്നത്. പുറപ്പാട് പുസ്തകം എന്ന് പറയുന്ന അനേക ആത്മീയ സത്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് കനാൻ ദേശത്ത് ആ ചെല്ലുന്ന വരെയുള്ള ആ സംഭവങ്ങൾ, അല്ലെങ്കിൽ 40 വർഷത്തെ അവരുടെ പ്രവാസം അല്ലെങ്കിൽ പ്രയാണം, അത് തീർച്ചയായിട്ടും നമുക്ക് വളരെ ഒരു അനവധി ആത്മീയ സത്യങ്ങൾ നൽകിത്തരുന്ന ഒരു പ്രയാണമാണ്. പ്രത്യേകിച്ച് വളരെ പെട്ടെന്ന് തന്നെ കനാൻ ദേശത്ത് എത്തേണ്ട ഇസ്രായേൽ മക്കൾ അവരുടെ അനുസരണക്കേട് മൂലവും അവിശ്വാസവും മൂലവും, അതുപോലെ തന്നെ അവരുടെ കലഹവും അവരുടെ മറ്റ് ദൈവത്തോടുള്ള മത്സരം മൂലവും അവർക്ക് കനാൻ ദേശത്ത് പ്രവേശിക്കുവാനായിട്ട് സാധിച്ചില്ല. അവർ 40 വർഷം മരുഭൂമിയിൽ അലഞ്ഞ് നടക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ അതേസമയം ദൈവത്തിൻ്റെ വലിയ പരിപാലനം അവർക്കുണ്ടായിരുന്നു. അതാണ് നമ്മൾ കേട്ടത്. പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നി സ്തംഭമായിട്ടും ദൈവം അവരെ പരിപാലിച്ചു, അവരെ സൂക്ഷിച്ചു. ദൈവം അവർക്കൊരു കൊടിയായിട്ട്, അവരുടെ യുദ്ധങ്ങളിൽ വിജയം നൽകുന്ന ഒരു കൊടിയായിട്ട് അവരുടെ മുമ്പാകെ നടന്നു എന്ന് നാം കാണുന്നു.
മാത്രമല്ല മോശയുടെ ജീവിതത്തിൽ മോശ അവലംബിച്ച അനേക നല്ല മാതൃകകൾ അത് നമുക്കും ഇന്ന് വലിയ ഒരു പാഠമായിട്ടിരിക്കുകയാണ്. തൻ്റെ ജനത്തിനു വേണ്ടി നിലവിളിക്കുന്ന ഒരു വ്യക്തി, ഭക്തനായ ഒരു മനുഷ്യൻ, തൻ്റെ ജനത്തിനു വേണ്ടി ഇടിവിൽ നിന്നുകൊണ്ട് കരയുന്ന മോശയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നമ്മളും അത് നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ഒരു മാതൃകയാണ്. നമ്മുടെ കൂട്ടുവിശ്വാസികൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി കരയുന്നവരായിട്ട് നമ്മൾ തീരണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിട്ട് തീരണം. ഇടിവിൽ നിൽക്കുന്നവരായിട്ട് തീരണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സഭയും സമൂഹവും കുടുംബവും ഒക്കെ തീർച്ചയായിട്ടും ആത്മീയ അഭിവൃദ്ധിയിലേക്ക് നയിക്കപ്പെടും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഈ പാഠങ്ങളാണ്, ആത്മീയ പാഠങ്ങളാണ് നമുക്ക് ഈ സന്ദേശത്തിൽ നിന്ന് ലഭിക്കുന്നത്. അനുഗ്രഹീതമായ ആലോചനകൾ നമുക്ക് നൽകി തന്ന പ്രിയ കർത്തദാസൻ സന്തോഷ് മാത്യുവിനുള്ള നന്ദി സമയത്ത് അറിയിക്കുന്നു. ദൈവം പ്രിയ കർത്തദാസനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. വരുന്ന ആളുകളിലും ദൈവനാമ മഹത്വത്തിനായിട്ട് അനേക സന്ദേശങ്ങൾ നൽകുവാനും ദൈവനാമ മഹത്വത്തിനായിട്ട് ജീവിപ്പാനും ഒക്കെ പ്രിയ കർത്തദാസനെ ദൈവം എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിവിധ സ്ഥാനങ്ങളിൽ നിന്ന് ഇത്രയും പേർക്ക് ഇന്നും കടന്നു വരുവാനായിട്ട് സാധിച്ചു. അതോ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും ഈ ശുശ്രൂഷകളെ ഓർത്ത്, മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഗാനങ്ങൾ ആലപിച്ച പ്രിയപ്പെട്ടവരോടുള്ള നന്ദി വീണ്ടും അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. പ്രിയ ജേക്കബ് അങ്കിൾ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞ് മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി പ്രിയ അങ്കിളിനെ ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, ഈ നല്ല സന്ധ്യാസമയം കർത്താവെ തിരുസന്നിധിയിലായിരിക്കാനും അവിടുത്തെ വചനം ശ്രദ്ധിപ്പാനും തക്കവണ്ണം ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് രാവിലെ സമയം കർത്താവെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രാദേശിക സഭകളിൽ കർത്താവിനെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും തക്കണം കർത്താവ് തന്ന വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി കരയേറ്റുന്നു. കർത്താവെ, ഞങ്ങൾ സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ അവൻ നിൻ്റെ നാഥനല്ലയോ, അവനെ നിങ്ങൾ നമസ്കരിച്ചു കൊള്ളുക. കർത്താവെ, നീ നാഥനായിട്ട് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കർത്താവെ, നീ നാഥനായിട്ട് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ ശക്തീകരിക്കുന്ന ദൈവം നീയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ, ഞങ്ങൾ കേട്ട വചനത്തിൽ കർത്താവെ ആ ഇസ്രായേൽ മക്കളോടുള്ള കർത്താവിൻ്റെ ആ ഇടപെടൽ കർത്താവെ എത്ര മഹത്വമേറിയെന്ന് ഞങ്ങൾ കാണുന്നു. കർത്താവെ, അവർ പിറുപിറുക്കുകയും കർത്താവ് ചെയ്ത നന്മകളെ അറിയാതെ അവർ ജീവിക്കുകയും എല്ലാം ചെയ്തതിൻ്റെ മധ്യത്തിലും കർത്താവരെ കാക്കുകയും പരിപാലിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്ത് കർത്താവിന് വേണ്ടി ഒരു യാഗവീതം പണിയുവാൻ തക്കവണ്ണം അവരെ സഹായിച്ചതിനായി സ്തോത്രം. കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ട് കർത്താവിൽ ഞങ്ങളെപ്പോഴും ആയിരിക്കാനും കർത്താവെ നിന്നിൽ ഞങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിച്ച് ജീവിപ്പാനും തക്കവണ്ണം കർത്താവ് ഞങ്ങളെ അധികമായിട്ട് സഹായിക്കണം, അനുഗ്രഹിക്കണമേ കർത്താവെ. നല്ല പാട്ടുകൾ പാടി കർത്താവെ ആ കർത്താവിനെ സ്തുതിപ്പാൻ തക്കവണ്ണം കർത്താവ് കൊടുത്ത നന്മകൾക്കായിട്ട് സ്തോത്രം കർത്താവെ. നല്ല വചനം കൽപ്പിച്ചതിനായിട്ട് കർത്താവിനെ ഞങ്ങൾ നന്ദി കരയേറ്റുന്നു. കർത്താവെ, TBF-നെ അനുഗ്രഹിക്കണമേ കർത്താവ്. ഈ ദേശത്ത് ഒരു അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ. എൻ്റെ പിന്നിൽ കർത്താവെ പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും കർത്താവ് അധികമായിട്ട് ശക്തീകരിക്കണമേ കർത്താവെ. അനേകർ ഈ ദേശത്ത് നിന്ന് കർത്താവെ ഈ സമയത്ത് വന്ന് ഇവിടെ ചേരുവാനും വചനം കേൾപ്പാനും കർത്താവിനെ ഞങ്ങൾക്ക് ഒരുമിച്ച് സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും എല്ലാം കർത്താവ് സഹായിക്കണമേ. ഇന്ന് വന്നുചേർന്നിരിക്കുന്ന എല്ലാവരെയും കരങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാവരുടെയും ആവശ്യഭാരങ്ങൾ കർത്താവ് സഹായിയായിട്ട് ഞാൻ കൂടെയുള്ളതിനായി സ്തോത്രം. കർത്താവെ, കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അധികമായിട്ട് കർത്താവെ ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്നതായിരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ താണു വീണു പോകാതെ എപ്പോഴും കർത്താവിൽ ആശ്രയം വെച്ച് ജീവിക്കുന്നവരായി തീരുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. കർത്താവെ, യാത്രയിലായിരിക്കുന്ന വെസ്റ്റ് ബംഗാളിലും ഒറീസയിലും ഒക്കെ ആയിരിക്കുന്ന സഹോദരങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരുടെ ശുശ്രൂഷകളെല്ലാം കർത്താവ് മാനിക്കണമേ. അവർ പോയിരിക്കുന്ന കാര്യങ്ങൾ കർത്താവ് അവർക്ക് കൃപയോടെ ചെയ്യുവാൻ തക്കണം കർത്താവ് സഹായിക്കണമേ. ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ രാജ്യം കടന്നു പോകുന്ന ഓരോ അവസ്ഥയെപ്പറ്റി ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ ഭരിക്കുന്നവർക്ക് നീതിയോടെ ഭരിക്കുവാനും തക്കതായ ജ്ഞാനവും കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണമേ. ലോകത്തിൻ്റെ സാഹചര്യങ്ങളെല്ലാം കർത്താവെ ഞങ്ങൾ ചിന്തിക്കുന്നതിലെല്ലാം അപ്പുറമായിട്ട് മാറി മറിയുമ്പോൾ കർത്താവെ ഞങ്ങളതിലൊന്നും ഭയപ്പെടുവാൻ ഇടവരാതെ കർത്താവിൻ്റെ വരവാട് സമീപിച്ചിരിക്കുന്നതിനായിട്ട് ഒരുങ്ങിയിരിപ്പാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. കേൾപ്പിച്ച വചനങ്ങളെല്ലാം കർത്താവെ ഞങ്ങളെ അധികമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ താളടിയിലും ഞങ്ങളെ ശക്തീകരിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലവും യേശുക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും
പിതാവായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും ഞങ്ങൾ കേട്ടതായ എല്ലാ കാര്യങ്ങളിന്മേലും ഞങ്ങളുടെ കുടിവരലിന്മേലും എപ്പോഴും ഉണ്ടായിരിക്കുമാറാണ്.